നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്കറിയാം, നമ്മൾ കേട്ട് ഉണരുന്ന വാർത്ത യുദ്ധസമാനമായി മാറിയിരിക്കുന്നു പശ്ചിമേഷ്യ എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ അശാന്തി എന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറിയ ചെറിയ യുദ്ധങ്ങൾ എന്ന രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ആക്രമണങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഉണരുന്നത് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തുറന്ന യുദ്ധത്തിലേക്ക് പോയിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും. അതിൻ്റെ അപ്ഡേറ്റ്സ്, അതിൻ്റെ മറ്റ് ലോകരാജ്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കും, ലോകത്തെ ആകെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെ സൃഷ്ടിക്കും തുടങ്ങി നമുക്കറിയാം. ഏത് യുദ്ധം എവിടെ ഉണ്ടായാലും അത് ലോകത്തെ ആകെ ബാധിക്കുന്ന സാഹചര്യമാണ്. നമ്മളെല്ലാവരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ചിലരെങ്കിലും തിരിഞ്ഞു നിൽക്കുമ്പോൾ, ചിലരെങ്കിലും തീവ്രവാദവുമായി മുന്നോട്ട് വരുമ്പോൾ ഇടപെടേണ്ട സാഹചര്യം മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പരിശോധിക്കാം, എന്തൊക്കെ നടക്കും എന്നും പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. യുദ്ധസമാനം പശ്ചിമേഷ്യ, ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ, കൂടുതൽ US സേനാ വിന്യാസത്തിന് ഉത്തരവിട്ട ട്രംപ്. G7 ഉച്ചകോടി സമാപിക്കാൻ കാത്തുനിൽക്കാതെ വാഷിംഗ്ടണിലേക്ക് മടങ്ങി US പ്രസിഡന്റ്. വൈറ്റ് ഹൌസിൽ ദേശീയ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ഇന്ന്. സിറ്റുവേഷൻ റൂം സജ്ജമാക്കാൻ നിർദ്ദേശം. ഇറാന് ട്രംപിന്റെ അന്ത്യശാസനം, ജനങ്ങൾ ടെഹ്റാൻ വിട്ടൊഴിയാൻ നിർദ്ദേശം. ദേശീയ ടെലിവിഷൻ ആക്രമണത്തിന് ശേഷം അതീവ ജാഗ്രതയിൽ ഇറാൻ. ഒറ്റ ഫോൺ കോളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാനിൽ നിന്നും ഭാരതീയരെ ഒഴിപ്പിച്ചു തുടങ്ങി. ആദ്യ സംഘം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആർമേനിയയിലേക്ക്. അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതിർത്തികളും തുറന്ന ഇറാൻ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി കാനഡയിലേക്ക്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ചയാകും. മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ചയ്ക്കും സാധ്യത. നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. അവസാന ലാപ്പിലും പ്രചാരണം കടുപ്പിച്ച് മുന്നണികൾ. LDF UDF വോട്ടുകൾ ലക്ഷ്യമിട്ട് PV അൻവറും. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. അശാന്തം പശ്ചിമേഷ്യ. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ നമ്മൾ അറിഞ്ഞ വാർത്തകൾ എന്തൊക്കെയെന്നുള്ളതാണ് തലക്കെട്ടുകളിൽ ചുരുക്കരൂപത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ വിശദമായ വാർത്തകളിലേക്ക് നമുക്കിനി പോവുകയാണെങ്കിൽ, ഇറാൻ ജനതയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാൻ വിട്ടൊഴിയാൻ ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം ഇറാൻ വരുത്തിവെച്ചതാണെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാനിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ആരംഭിച്ചു. മധ്യപൂർവേഷ്യയിൽ സൈനിക വിന്യാസത്തിന് ട്രംപ് ഉത്തരവിട്ടു എന്ന വാർത്തയുമുണ്ട്. G7 ഉച്ചകോടിയും ട്രംപ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെയും വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ആദ്യം ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രദീപ് പിള്ള, ഈ സാഹചര്യം അശാന്തം പശ്ചിമേഷ്യ നമ്മൾ കരുതിയിരുന്നിടത്ത് ഇന്ന് യുദ്ധസമാന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ എന്തൊക്കെ വിവരങ്ങൾ? വീണ, ഒരുപക്ഷെ ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനലിൽ ഉണ്ടായ ആക്രമണത്തെ തുടർന്നാണ് സ്ഥിതിഗതികൾ കുറച്ചുകൂടി വഷളായതെന്ന് വേണം കരുതാൻ. അതായത് ഒരു ലക്ഷ്യവും ഉപേക്ഷിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. ഇതൊരു ശല്യമാണ്, നിലനിൽപ്പിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു തുടങ്ങിയത്. ആണവായുധങ്ങൾ അടക്കം ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതും ഇറാൻ തിരിച്ചടി തുടങ്ങിയതും. ഏറ്റവും ഒടുവിൽ യുദ്ധസമാനം എന്ന് വീണ പറഞ്ഞ സാഹചര്യം ഉണ്ടായതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ ആയുധ വിന്യാസം, കൂടുതൽ സേനാ വിന്യാസത്തിന് US പ്രസിഡന്റ് ഉത്തരവിടുന്നു. 2, ടെഹ്റാനിലെ ജനത ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു മുന്നറിയിപ്പ് US പ്രസിഡന്റ് നൽകുന്നു. ഒപ്പം തന്നെ ഭാരതം അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ, വിദ്യാർത്ഥികളെ അടക്കം അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള
അടിയന്തര നീക്കം തുടങ്ങുന്നു. ടെഹ്റാനിൽ ഇന്നലെ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായി, തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന്, G7 ഉച്ചകോടിക്കായി കാനഡയിൽ എത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് വെട്ടിച്ചുരുക്കി വാഷിംഗ്ടണിലേക്ക് മടങ്ങുകയാണ്. US-ന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ഇന്ന് വൈറ്റ് ഹൗസിൽ ചേരുകയാണ്. നമുക്കിപ്പോൾ പുലർച്ചെയാണെങ്കിൽ അവിടെ വൈകുന്നേരം ആയിരിക്കുകയാണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗം അടിയന്തരമായി വിളിച്ചിരിക്കുന്നു. സിറ്റുവേഷൻ റൂം തയ്യാറാക്കാൻ, വാർ റൂം തയ്യാറാക്കാനായി അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഒരു യുദ്ധമെങ്കിൽ അതിന് പൂർണ്ണ സജ്ജരാകുന്നു US എന്നുള്ള സൂചനയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം തന്നെ തുടർച്ചയായി സൈറനുകൾ മുഴങ്ങുന്നു ഇസ്രയേലിലും ഇറാനിലും. അതായത് ഏത് സമയത്ത് വേണോ, ഏത് തരത്തിലുള്ള ആക്രമണം വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. ഇതിനൊക്കെ ഉപരി ആയിട്ടാണ് സമാധാന ശ്രമങ്ങളുമായി വന്ന GCC രാഷ്ട്രങ്ങളുടെ നിർദ്ദേശം ഇറാൻ തള്ളിയത്. അതേസമയം പ്രശ്നത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞായിരിക്കണം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞത് ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും. US പ്രസിഡന്റ് നെതന്യാഹുവിനെ വിളിച്ച് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ആ നിമിഷം നിൽക്കും എന്നുള്ള നിലപാടാണ് അബ്ബാസ് അരാഗ്ചി സ്വീകരിച്ചത്. ഏതായാലും അശാന്തം, സംഘർഷം എന്നുള്ള നിലയിൽ നിന്ന് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇതുവരെയുള്ള ഡെവലപ്മെന്റ്സ്, ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ ടെഹ്റാനിൽ നിന്നും ഇറാനിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം US ഒരു നിലപാട് സ്വീകരിച്ചത് ശ്രദ്ധേയമാണ്. G7 ഉച്ചകോടിയിൽ ഈ സമാധാനത്തിനായി യത്നിക്കാമെന്നുള്ള മറ്റിൽ ഒരു കരട് രേഖ, ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് തയ്യാറാക്കിയെങ്കിലും അതിൽ ഒപ്പിടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ല എന്നുള്ളതും വളരെ വ്യക്തമായ സൂചനയാണ്. തൽക്കാലം ഇറാൻ അതിന്റെ ആണവ പദ്ധതി ഉപേക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പ് ലഭിക്കണം. ഇസ്രയേൽ അടക്കമുള്ളവരെ ലക്ഷ്യം വയ്ക്കുന്നില്ല എന്നുള്ള ഉറപ്പ് ലഭിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില ഭീഷണികളുണ്ട്. US-നെയും UK-യെയും ഫ്രാൻസിനെയും അടക്കം ഉള്ള രാഷ്ട്രങ്ങളെ ലക്ഷ്യം വയ്ക്കും എന്നുള്ള ഭീഷണി മുഴക്കിയിരുന്നു ഇറാൻ. അതിനെ തുടർന്നാണ് വളരെ കടുത്ത വാക്കുകളുമായി US പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നത്. US-ന് നേരെ തിരിഞ്ഞാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. വീണ, അതേസമയം ഇറാൻ ഈ തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ് പ്രതിപിള്ള? കാരണം ഇതിപ്പോൾ ഈ ഒരു ഫോൺ കോൾ മതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫോൺ കോളിൽ ഇത് നിൽക്കില്ല. ഇറാൻ ഇതേസമയം ഈ ഫോൺ കോൾ മതി എന്ന് പറയുന്ന സമയത്ത് തന്നെ അവർ നടത്തുന്ന സന്നാഹങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. ഇറാന് കഴിയുന്ന രീതിയിൽ ആക്രമിക്കാനുള്ള ശ്രമം തുടർച്ചയായി തന്നെ വന്നു. ആദ്യത്തെ ആക്രമണത്തിൽ പകച്ചു പോയെങ്കിലും അവർക്ക് കഴിയുന്ന രീതിയിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അവർ വിജയിച്ചു. കാര്യം ഇസ്രായേലിലെ വിവിധ ലക്ഷ്യങ്ങൾ അവർ മിസൈൽ ഉപയോഗിച്ച് തകർത്തു. നമുക്കറിയാം US എംബസിയുടെ ഒരു ഭാഗം പോലും, ടെൽ-അവീവിലുള്ള US എംബസിയുടെ ഒരു ഭാഗം പോലും ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു. ഇസ്രയേലിന്റെ പ്രത്യാക്രമണം അതുവരെ അവർ ലക്ഷ്യമിട്ടിരുന്ന തുടക്കത്തിൽ നമുക്കറിയാം അവരുടെ ആണവ സന്നാഹം, ഒപ്പം ഇറാന്റെ ഉന്നത സേനാ വിഭാഗങ്ങൾ, ഇതൊക്കെയാണ് വളരെ കൃത്യതയോടുകൂടി ഇറാന്റെ മണ്ണിൽ നിന്ന് കൂടി ഓപ്പറേറ്റ് ചെയ്ത് അവർ തുടച്ചു നീക്കിയത്. ഇതിനിടയിൽ അവർക്ക് നഷ്ടപ്പെട്ടത് ഇറാന്റെ ആണവോർജ സംഘടനയുടെ മുൻ മേധാവി, പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ, അവരുടെ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത സേനാ വിഭാഗം തലവൻ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം IRG അവരുടെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഇന്റലിജൻസ് മേധാവി അടക്കം 4 ഉന്നത ഉദ്യോഗസ്ഥർ. ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ലക്ഷ്യം വെച്ചുള്ള ഉന്മൂലനമാണ് ആദ്യം ഇസ്രയേൽ നടപ്പാക്കിയത്. ഒപ്പം തന്നെ അവരുടെ ആണവ ഫെസിലിറ്റി, ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ അവകാശപ്പെട്ടത് ഇറാന്റെ സർഫസ് ടു സർഫസ് മിസൈൽ ശേഖരത്തിന്റെ 1/3 നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ടെഹ്റാന്റെ തിരിച്ചടി
ജനവാസ മേഖലകളിലേക്ക് ആയപ്പോൾ ഇസ്രയേൽ സേനയും ഇത്തരം സംയമനം ഉപേക്ഷിച്ച് ഇറാന്റെ ജനവാസ മേഖലകളെ ലക്ഷ്യമിടുന്നു എന്നാണ് ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ എന്ന് പറയുന്ന ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ പുറത്തുവിടുകയും ഇതിന് പിന്നാലെയാണ് ഈ ടെലിവിഷൻ കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകുകയും നമ്മളൊക്കെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അവതാരക അവിടെ നിന്ന് എണീറ്റോടുന്ന ദൃശ്യങ്ങൾ ഇന്ന് വൈറലാണ്. ഇതിന് തിരിച്ചടി എന്നോണം ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിന്റെ ന്യൂസ് ചാനലുകളായ N12 N14 ലക്ഷ്യമിടും എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ തുടർച്ചയായ ഒരു ആക്രമണ പരമ്പര ടെൽ അവീവിലും ഹൈഫ തുറമുഖത്ത് കാര്യമായ നാശമുണ്ടാക്കാൻ ഇറാന്റെ ആക്രമണത്തിന് കഴിഞ്ഞു. ഇസ്രയേലിന്റെ ഹൈഫയിലുള്ള ബാസാൻ ഗ്രൂപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഒരു പവർ സ്റ്റേഷൻ വളരെ കാര്യമായ നാശം അതിനുണ്ടായി എന്നുള്ളത്. അവരുടെ എല്ലാ റിഫൈനറി ഫെസിലിറ്റീസും അവർ അടച്ചുപൂട്ടി. അവിടെ 3 പേർ മരിച്ചു എന്നാണ് അവിടെ നിന്ന് ഈ കമ്പനി അറിയിക്കുന്നത്. ഏതായാലും ഇറാന്റെ സർഫസ് ടു സർഫസ് മിസൈൽ ലോഞ്ചറുകളുടെ 1/3 നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള അവകാശവാദത്തിൽ ഇസ്രയേൽ ഉറച്ചു നിൽക്കുകയാണ്. 220-ലധികം ഇറാൻ പൗരന്മാർ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. ഇസ്രയേലിന്റെ മിലിറ്ററി കമാൻഡ് പറയുന്നത് ഇറാൻ ആക്രമിച്ചതിൽ ഇസ്രയേൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഏതായാലും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇതിനിടയിൽ രംഗത്ത് വന്നു. ഒരു റേഡിയോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ മലിനീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം നാറ്റാൻസിലെ ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ ഭാഗികമായ നാശം ഉണ്ടായിരിക്കുകയാണ്. ഇതിനൊപ്പം സംഭവിച്ചിരിക്കുന്നത് രാജ്യാന്തര തലത്തിൽ വിവിധ രാജ്യങ്ങൾ പശ്ചിമേഷ്യ വഴിയുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം ഒരു കാര്യം കൂടി പ്രതിഫല, ഈ നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ ആദ്യം എടുത്ത നിലപാടുകൾ, ഇപ്പോൾ ട്രംപിന്റെ നിലപാട് തുടങ്ങി പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്, അറബ് രാഷ്ട്രങ്ങളുടെ തന്നെ നിലപാട് നമുക്ക് വിഷയത്തിൽ അറിയാം. പക്ഷേ ഈ ദേശീയ ടെലിവിഷൻ ആക്രമണത്തിന് ശേഷം തുർക്കി എടുത്ത ഒരു നിലപാട്, അതുകൂടി ഇറാന് നൽകുന്ന ഒരു ധൈര്യം, അതിനുശേഷമൊക്കെ തുടങ്ങിയ യുദ്ധസമാന സാഹചര്യങ്ങൾ, ഇതൊക്കെയും കൂടുതൽ അപകടത്തിലേക്ക് വഴിവെക്കുകയല്ലേ? വീണ, ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇരുഭാഗത്തും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ വിശദാംശങ്ങളും വിശകലനവും നമുക്ക് നമ്മുടെ അതിഥിയോട് അല്പം കഴിഞ്ഞ് ചോദിക്കാം. ഇതിൽ തുർക്കി നൽകുന്ന ധൈര്യം മാത്രമല്ല, ഈ ആക്രമണം കൊണ്ട് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഭീഷണി ഉയർത്താനുള്ള ഒരു ഭാവിയിൽ ഒരു വലിയ ഭീഷണി ആകാനുള്ള എല്ലാ മാർഗവും അടയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രയേലിനെയോ US-നെയോ ഏതെങ്കിലും പശ്ചിമ യൂറോപ്പിൽ അടക്കമുള്ള വെസ്റ്റേൺ രാജ്യങ്ങളെയോ ലക്ഷ്യമിടാനുള്ള ഇറാന്റെ ആക്രമണ ശേഷിയുടെ മുനയൊടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം വർഷങ്ങളായി വഴുതി മാറിക്കൊണ്ടിരിക്കുന്ന, കൃത്യമായ നിലപാടെടുക്കാത്ത രീതിയിലുള്ള, ഒട്ടും സുതാര്യമല്ലാത്ത ഇറാന്റെ ആണവ പദ്ധതി. ഇതാണ് ഏറ്റവും അധികം ഭീതി സൃഷ്ടിക്കുന്നത്. ഏത് സമയത്തും ഏത് രീതിയിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ രാജ്യാന്തര സമ്മർദ്ദങ്ങൾ, രാജ്യാന്തര ഉപരോധങ്ങൾ ഒക്കെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ ഇറാൻ കൂട്ടിവയ്ക്കുന്ന ആണവായുധ ശേഖരം, ആ കേപ്പബിലിറ്റി, അവർക്ക് ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷി എങ്കിലും നശിപ്പിക്കുക, പ്രതിരോധത്തിനപ്പുറത്തേക്ക് ആക്രമണത്തിന് മുതിരാനുള്ള ധൈര്യമോ അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവോ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തവണ ഇതിന് വഴങ്ങിയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പുകൾ ലഭിക്കാതെ ഒരു വെടിനിർത്തലിനോ സമാധാന ഉടമ്പടിക്കോ തയ്യാറായാൽ തങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നുള്ള ഭീതി ഇറാനുണ്ട്. ഇസ്രയേൽ ഉന്നയിക്കുന്ന വാദവും നിലനിൽപ്പിന്റെ എന്നുള്ളതാണ്. അതായത് കടുത്ത സമീപകാലങ്ങളിൽ ഇസ്രയേലിനെതിരായ പ്രസംഗങ്ങൾ, ആഹ്വാനങ്ങൾ, പ്രഭാഷണങ്ങൾക്ക് ശക്തി കൂടിയിരുന്നു, മൂർച്ച കൂടിയിരുന്നു. അത് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനി അടക്കം ഉള്ളവരുടെ പ്രസംഗങ്ങളിൽ ഇസ്രയേലിനെ വിശേഷിപ്പിച്ചതൊരു
ക്യാൻസർ എന്നുള്ളതാണ്. ഇതിനെ തുടച്ചു നീക്കണം എന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ ആവേശം കൊള്ളിക്കാൻ എന്ന വൾത്തം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ആണവായുധ ശേഖരം വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനും ഇറാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള തുടർച്ചയായ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പറഞ്ഞത് ഇത് നിലനിൽപ്പിന്റേതാണ്, ഇത് തങ്ങളുടെ രാഷ്ട്രത്തെ രക്ഷിക്കാനാണ്, തങ്ങളുടെ ജനതയെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നത്. ഇവിടെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഭാഗം വരുന്നത്. ഇറാൻ ജനതയിൽ നല്ലൊരു വിഭാഗം ഈ ഭരണകൂടം ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാര്യം അവിടെ രാഷ്ട്രവും അവിടുത്തെ നേതാക്കളും നേടുന്ന തിരിച്ചടികളിൽ, അല്ലെങ്കിൽ ഉന്നതർ മരിക്കുമ്പോൾ, ഉന്നതർ കൊല്ലപ്പെടുമ്പോൾ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്ന ആഹ്ലാദ പ്രകടനം. 2, US-ലും യൂറോപ്പിലും വിവിധ ഭാഗങ്ങളിൽ നെതന്യാഹുവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ, ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ തുടച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പരസ്യമായി പ്രകടനം നടത്തുന്ന ഇറാൻ ജനതയുടെ ഒരു വികാരം. ഇതാണ് ഇസ്രയേലിന് ധൈര്യം പകരുന്നത്, US-ന് ധൈര്യം പകരുന്നത്. ഇതാണ് ഇറാനെ ഒരു പക്ഷേ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. ഇതാണ് ഇറാൻ ഭരണകൂടത്തെ അങ്കിലാപ്പിലാക്കുന്നത്. അതായത് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഭാഗികമായ ജനാധിപത്യ പ്രക്രിയയിലേക്കോ മറ്റു പോവുകയാണെങ്കിൽ ഭൂരിപക്ഷം ജനതയും തങ്ങൾക്കൊപ്പമല്ല, അവിടുത്തെ അടിച്ചമർത്തലുകൾക്കൊപ്പമല്ല, അവിടെ ഈ ഭരണകൂടം കൊണ്ടുവന്നിരിക്കുന്ന നിയന്ത്രണങ്ങൾക്കൊപ്പമല്ല എന്നും അവർ സ്വതന്ത്രരായി പുരോഗതിയിലേക്ക് കുതിക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം ഭരണ നേതൃത്വത്തിനുണ്ട്. ഈ ഒരു കോൺഫ്ലിക്ട്, ഈ ഒരു സംഘർഷത്തിൽ ആണ് ഇതിന്റെ കാതൽ. അതിനും അപ്പുറമുള്ളതെല്ലാം വാർ റെട്ടറിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആത്മധൈര്യം കാട്ടാൻ, ജനങ്ങൾക്ക് ആവേശം പകരാൻ, ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകാനായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആയി നമുക്ക് കാണണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. തുറന്ന യുദ്ധ സമാനമായ സംഘർഷത്തിലേക്ക്, പരസ്പരമുള്ള ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്നു. US-നെ ലക്ഷ്യമിടുമെന്നുള്ള ഭീഷണി ഇറാൻ മുഴക്കിയതിന് പിന്നാലെ ട്രംപ് അവിടേക്ക് സൈനിക വിന്യാസവും ശക്തിപ്പെടുത്തുകയാണ്. വീണ, തീർച്ചയായും തിരിച്ചു വരാം പ്രദീപ്. നമുക്കിപ്പോൾ ഈ ഇറാനിൽ നിന്ന് ഭാരതീയരെ ഒഴിപ്പിച്ചു തുടങ്ങിയല്ലോ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആദ്യ സംഘം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അർമേനിയയിലേക്ക് കരമാർഗം തിരിച്ചു എന്നാണ് അറിയുന്നത്. അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിലൂടെയും ഇറാനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം ഇസ്രായേലിൽ നിന്ന് ഭാരതീയരെ ഒഴിപ്പിക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഉള്ള ഇടമാണ്, ഭാരതീയർ ഉള്ള ഇടമാണ്. എങ്ങനെയാണ് ഇവരെ ഒഴിപ്പിച്ച് സുരക്ഷിതരായി ഭാരതത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ? വീണ, ഈ ഇറാനിൽ ഏതാണ്ട് 10,000-ത്തിനടുത്ത് ഭാരതീയരാണ് ഉള്ളത്. അതിൽ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ്. ജമ്മു കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നായി അവിടേക്ക് പഠനത്തിനായി പോയിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികളുണ്ട്. 10,000 ഭാരതീയർ ഇറാനിൽ ഉള്ളതിൽ ഏതാണ്ട് 6,000-ത്തോളം പേർ വിദ്യാർത്ഥികളാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ മുഴുവൻ ഭാരതത്തിൻ്റെ പൗരന്മാരെയും ഇപ്പോൾ തിരികെ എത്തിക്കുവാനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കാരണം ഈ സംഘർഷം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഇത് 5-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഓരോ രാത്രി കടന്നു പോകുമ്പോഴും ഇരു രാജ്യങ്ങളും നമുക്കറിയാവുന്നതുപോലെ പശ്ചിമേഷ്യയിലെ 2 പ്രധാനപ്പെട്ട സൈനിക ശക്തികളാണ് ബലാബലം നിന്നുകൊണ്ടിപ്പോൾ പരസ്പരം പോർ വിളിക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ നഗരങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ ഇനിയും വൈകാതെ അവിടെ നിന്നും നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യമെന്നത്. അതിനാൽ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിലെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ ഇപ്പോൾ ആദ്യ സംഘം ഏതാണ്ട് 600 പേരടങ്ങുന്നൊരു സംഘം അർമേനിയയിലേക്ക് ഇന്ത്യൻ സംഘം നീങ്ങിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ആകാശമാർഗം നമുക്ക് ഇവരെ തിരികെ എത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. കാരണം ഇറാനാണെങ്കിലും ഇസ്രായേലാണെങ്കിലും അവരുടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. തുടർച്ചയായ മിസൈലുകൾ വർഷിക്കുന്നു. അതുപോലെ തന്നെ ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആകാശമാർഗമുള്ള യുദ്ധമാണ് ഇരു രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ 2 രാജ്യങ്ങളിലേക്ക് ഒരു വിമാനം അയച്ചുകൊണ്ട് നമുക്ക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരിക അസാധ്യമാണ്. വ്യോമപാതകൾ അടച്ചിരിക്കുന്നു. അതിനാൽ
അതിനാൽ അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് നിലവിൽ ഇന്ത്യൻ പൗരന്മാരെ എത്തിച്ച് അവിടെ നിന്നും പിന്നീട് ഭാരതത്തിലേക്ക് വിമാനമാർഗം എത്തിക്കുക എന്നത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മുന്നിലുള്ള ദൗത്യം. അതിനാൽ ഇറാനിൽ നിന്നുള്ള ഭാരതത്തിലെ അവിടെയുള്ള പൗരന്മാരെ ഇപ്പോൾ അർമേനിയ, അതോടൊപ്പം തന്നെ ഉസ്ബെക്കിസ്ഥാൻ, കജാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ നിന്നും പിന്നീട് ഇവിടേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നത് തന്നെയാണ് നീക്കം. അതേസമയം തന്നെ ഇസ്രായേലിലും നമുക്കറിയാവുന്നതുപോലെ ധാരാളം ഭാരതീയരുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നത്. വിവിധ ജോലികൾക്കായും അതോടൊപ്പം തന്നെ പഠനത്തിനായും ഒക്കെ ഇസ്രായേലിലേക്ക് ധാരാളം ഭാരതീയർ പോയിട്ടുണ്ട്. അവരെയും സുരക്ഷിതമായി എത്തിക്കണം. കാരണം ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ ചില മര്യാദകൾ പാലിച്ചിരുന്നു. കാരണം യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ്റെ ആണവ പദ്ധതികളെയും അതുപോലെ തന്നെ ഇറാൻ്റെ സൈനിക ശക്തിക്കും നേരെയുള്ള മിസൈൽ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയത്. പക്ഷേ ഇറാൻ അങ്ങനെ ആയിരുന്നില്ല. പാകിസ്ഥാൻ ഭാരതത്തോട് ചെയ്തതുപോലെ തന്നെ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇറാൻ്റെ മിസൈലുകൾ ടെൽ അവീവിലും അതോടൊപ്പം തന്നെ ജെറുസലേം ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് വന്നു വീണു. അവിടെ സാധാരണ ജനങ്ങളിലേക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന നിലയിലേക്ക് യുദ്ധത്തെ കൊണ്ടെത്തിച്ചു. ഇതോടുകൂടിയാണ് ഇസ്രായേലും ഇപ്പോൾ ഈ ടെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകൾ പായിക്കുന്നത്. എന്തായാലും അങ്ങനെ ഇതൊരു യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതിനാൽ ഈ രണ്ട് രാജ്യങ്ങളിലുമുള്ള ഭാരതീയരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി തന്നെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി ഗൗതം. ഏതായാലും സ്ഥിതി നമുക്ക് കൂടുതലായി വിലയിരുത്തേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിൽ സ്ഥിതി അശാന്തമായി തുടരുകയാണ്. യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ കൂടുതൽ സൈനിക വിന്യാസം ഉണ്ടാകുമ്പോൾ ട്രംപ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ, ഇറാൻ പ്രതികരിച്ചിരിക്കുന്ന ഒരു ഫോൺ കോൾ അകലെ സമാധാനം എന്ന് പറയുമ്പോൾ പോലും അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇസ്രായേലിൻ്റെ തിരിച്ചടിയൊക്കെയും നമുക്ക് നൽകുന്ന സൂചനകൾ മറ്റൊന്നാണ്. നമുക്ക് ഈ സ്ഥിതി വിലയിരുത്തേണ്ടതുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധം തുടങ്ങി എന്ന് നമുക്ക് പറയാനാകുമോ? യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നിന്നും കൃത്യമായ അർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഈ ഒരു കാര്യം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കടിഞ്ഞാൺ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. കാരണം വൺ ഫോൺ കോൾ ക്യാൻ റിയലി ബ്രിങ് അബൌട്ട് എ പാരഡൈം ഷിഫ്റ്റ്. ഈ രീതിയിലാണ് ഇറാൻ സംസാരിക്കുന്നത്. അതിൽ കുറേയൊക്കെ സത്യമുണ്ട് താനും. യഥാർത്ഥത്തിൽ അമേരിക്കയുമായി നടന്ന ആണവ ചർച്ചകൾ വലിയ രീതിയിൽ പ്രതീക്ഷ ഉയർത്തിയെങ്കിലും 5 റൗണ്ടിന് ശേഷം 6ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി സൂചിപ്പിക്കാൻ സാധിക്കുന്നത് ഒരു ഫിയർ സൈക്കോസിസ്, അത് ഇസ്രായേലിനുള്ളിൽ വലിയ രീതിയിലുള്ള അരക്ഷിത ബോധമുണ്ട്. കാരണം ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇറാൻ ആണവരാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന ഒരു ബോധം. അപ്പോൾ അത് ഓരോ കൊച്ചുകുട്ടിയുടെയും, ഇസ്രായേലിൻ്റെ ഓരോ കൊച്ചുകുട്ടിയുടെയും DNA-യിൽ തന്നെ ഉള്ള ആ ഒരു ഭയാശങ്കയാണ്. അപ്പം അതുകൊണ്ട് ഇസ്രായേലിന് മറ്റൊന്നും നോക്കേണ്ടതില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ച നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇറാൻ വിൽ ബി ബൈയിങ് ടൈം. അതായത് ഈ സമയം നീട്ടിവെച്ചുകൊണ്ട് പൂർണ്ണമായി ഏതാണ്ട് 60% എത്തി നിൽക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണ ആ ഒരു കപ്പാസിറ്റി 90% എത്തുകയും ഏതാണ്ട് 400 കിലോഗ്രാംസോളം ആണവ ഫിസൈൽ മെറ്റീരിയൽ, സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കൈവശമുള്ളത് ബോംബുകളായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൈവശം ഇപ്പോൾ തന്നെയുള്ള ആധുനിക പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ നൊടിയിടയിൽ അവസാനിപ്പിക്കാൻ കഴിയും. ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഒരുപക്ഷെ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന നിഗമനത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കിലേക്ക് നീങ്ങിയത്. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു സമാധാനം അകലെയോ എന്നതാണ് പ്രധാന പരിഗണന എങ്കിൽ ഇവിടെ 3 നിർദ്ദേശങ്ങളാണ് വന്നത്. ഒന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാനഡയിലെ ആൽബർട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന G20 ഉച്ചകോടിയിൽ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ വരികയാണ്, ഇമ്മീഡിയറ്റ് സീസ് ഫയർ. നമുക്കറിയാമല്ലോ G7 വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. പ്രധാന രാജ്യമായ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും കാനഡയും ജപ്പാനും എല്ലാം ചേരുന്ന 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യ ഉൾപ്പെടെ ക്ഷണിതാവാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആൽബർട്ടയിൽ ഉണ്ട്. ആ രീതിയിൽ
ആൽബർട്ടയിൽ വെച്ച് നടന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് നയരേഖ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇറാനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെടുന്ന നയരേഖയിൽ ഒപ്പുചാർത്താൻ ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചിരിക്കുന്നു. അതിനർത്ഥം ലെറ്റ് ദി വാർ കണ്ടിന്യൂ, ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ടൈം ടു സ്റ്റോപ്പ് ഇറ്റ്. ആ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിൻ്റെ അർത്ഥം ട്രംപിൻ്റെ തീർച്ചയായും താല്പര്യമുണ്ട് ഇറാന് ഒരു പാഠം പഠിപ്പിക്കണം എങ്കിൽ ഇറാൻ്റെ പ്രഹരശേഷി, ഇറാൻ്റെ സമ്പുഷ്ടീകരണ കപ്പാസിറ്റി കുറച്ചു കൊണ്ടുവരണം. ദെൻ മേക്ക് ഇറാൻ സിറ്റ് ഓൺ ദ നെഗോഷിയേറ്റിംഗ് ടേബിൾ. അതാണ് ഇറാനെ ചർച്ചാ മേശയിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് പറയുന്ന ഇടത്ത് ഒപ്പിടിപ്പിക്കണം എങ്കിൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ശക്തി ക്ഷയിച്ചെങ്കിലേ പറ്റൂ. അത് ഇസ്രായേൽ ഇപ്പോൾ തുടരുന്ന അറ്റാക്ക് കൊണ്ട് സാധിക്കും എന്ന രീതിയിലുള്ള കണക്കുകൂട്ടലാണ്. അതുകൊണ്ടാണ് ആണവ ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. ചർച്ചകൾക്ക് ഞങ്ങൾ വില്ലിംഗ് ആണ്, പക്ഷേ ഇറാൻ കടുംപിടുത്തം അവസാനിപ്പിക്കണം. ഇറാൻ്റെ ഭാഗത്ത് 2 കടുംപിടുത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം തുടരും. അത് ഒരു രീതിയിലുള്ള ഒരു പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ ഒന്നും തന്നെ വഴങ്ങാതെ, വശംവദരാകാതെ ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം തുടരും. അത് ഞങ്ങൾ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇത് ശുദ്ധ അസംബന്ധമായി ഇറാനെ എതിർക്കുന്ന കക്ഷികൾ, പ്രത്യേകിച്ച് ഇസ്രായേലും ഒരുപക്ഷെ അമേരിക്കയും യൂറോപ്യൻ സമൂഹവും എല്ലാം തന്നെ ആ ഒരു ചട്ടക്കൂട് നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. കാരണം വൈദ്യുതി ഇറാൻ ആവശ്യമില്ല, കാരണം തെർമൽ പവർ തീർച്ചയായും ലഭിക്കും. വളരെയധികം ഹൈഡ്രോ കാർബൺ റിസർവ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ആ വൈദ്യുതി ഉൽപ്പാദനം, ഊർജ്ജ ഉപാധി എന്ന നിലയിൽ ആണവ സമ്പുഷ്ടീകരണത്തെ കാണാനാവില്ല. അത് മാത്രമല്ല, കേവലം 3-4% സമ്പുഷ്ടീകരണം മാത്രമേ ആവശ്യമുള്ളൂ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ. പക്ഷേ 60% എന്നത് വെപ്പൺ ഗ്രേഡിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. കഴിഞ്ഞ ആഴ്ച 4-5 ദിവസം, യുദ്ധം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം 5 ദിവസം മുമ്പ്, ഏതാണ്ട് 100-ൽ പരം മണിക്കൂറുകൾക്ക് മുമ്പ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി IAEA-യുടെ വ്യക്തമായ ഒരു നിഗമനം വരികയാണ്. ഇറാൻ ഏതാണ്ട് ത്രഷോൾഡ് ലിമിറ്റിൽ, ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുകയാണ് ആണവായുധ നിർമ്മാണത്തിൻ്റെ. ഏത് നിമിഷവും അവർ ആണവായുധങ്ങൾ നിർമ്മിക്കാം. അതിനുള്ള സമ്പുഷ്ട യുറേനിയം അവരുടെ കൈവശമുണ്ട്. ഒരു പ്രോട്ടോക്കോളിനും ഇറാൻ ഇപ്പോൾ വഴങ്ങുന്നില്ല. നോക്കൂ, NPT, നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി, 70കളിൽ നിലവിൽ വന്ന NPT-യിലെ സിഗ്നറ്ററിയാണ് ഇറാൻ എന്നോർക്കണം. ആ ഒരു ഒബ്ലിഗേഷൻ ഇറാൻ പാലിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിനി കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രഖ്യാപനം നടത്തിയത് മുതലെടുത്തുകൊണ്ട് കൂടിയാണ് ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിനർത്ഥം ഇപ്പോൾ വേൾഡ് ഈസ് റാദർ ഗ്രൂപ്പിംഗ് എഗൻസ്റ്റ് ഇറാൻ ഇൻ എ ലാർജ് വേ. കാരണം ഇറാൻ അനുകൂലമായി അധിക സ്വരങ്ങൾ ഉയരുന്നില്ല എന്നത് പ്രത്യേക ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം വരെ ഇസ്രയേലിനെ കഠിനമായി വിമർശിച്ചിരുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, അതായത് യൂറോപ്യൻ സമൂഹത്തിലെ പ്രധാന രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നിലപാട് ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആൽബർട്ട ഉച്ചകോടി നിർത്തിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ആ ഉച്ചകോടിയുടെ മധ്യത്തിൽ വെച്ച് പിൻവാങ്ങി വാഷിങ്ടണിലെ വാർ റൂമിലെത്തിയിരിക്കുന്നു. ഞാൻ വാർ റൂം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. കാരണം ഒരു യുദ്ധമുറി സജ്ജമായിരിക്കുന്നു. സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ്, അമേരിക്കൻ സൈന്യം ഇപ്പോൾ 50,000-ൽ പരം അമേരിക്കൻ ട്രൂപ്സ് വിവിധ ഭാഗങ്ങളിൽ, വെസ്റ്റ് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ, പലരും സിറിയയിലാണ്, കുറച്ച് പേരെങ്കിലും ഇറാഖിലുണ്ട്. ഇത് രണ്ടും അയൽ രാജ്യങ്ങളാണ്, ഇറാൻ്റെ അയൽ രാജ്യങ്ങളാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ആകമാനം സൗദി അറേബ്യയിലും UAE-യിലും ഒമാനിലും ഖത്തറിലും എല്ലാം തന്നെ അമേരിക്കൻ നാവിക അല്ലെങ്കിൽ സൈനിക സാന്നിധ്യമുണ്ട്. കൂടുതൽ കപ്പലുകൾ ആ മേഖലയിലേക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന USS കാൾസൺ ആ മേഖലയിലുണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. മറ്റൊരു കപ്പൽ, ഒരു വിമാനവാഹിനി കപ്പൽ. ഈ വിമാനവാഹിനി കപ്പലൊക്കെ അങ്ങോട്ട് പോകണം. 2 പടുകൂറ്റൻ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ആ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ തീർച്ചയായും അമേരിക്ക ഒരു യുദ്ധം മുന്നിൽ കാണുന്നു. അമേരിക്ക ഇടപെടുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ ഇടപെടാൻ മടിക്കില്ല എന്നതിൻ്റെ സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ രാത്രിയിൽ ആ പ്രഖ്യാപനവും വരികയാണ്. ഇസ്രായേലിനെ എക്കാലത്ത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി സഹായിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് അമേരിക്കൻ സൈനിക യൂണിറ്റുകൾ, വിവിധ സൈനിക യൂണിറ്റുകൾ 8-9 രാജ്യങ്ങളിലാണ് അമേരിക്കൻ സേനാ വിന്യാസമുള്ളത്. അത് കുറച്ചുകൂടി റീവാമ്പ് ചെയ്യുകയും അതൊരു ആക്രമണ സജ്ജമായി വരികയും ചെയ്യുമ്പോൾ ആത്യന്തികമായി ഇസ്രയേലിനെ
ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ കഴിയുന്നത്. അതേസമയം മറുപക്ഷത്ത് ഇറാൻ്റെ കാര്യം അങ്ങനെയല്ല. ഇറാൻ ഈസ് വെരി മച്ച് വൾണറബിൾ. ഏത് നിമിഷവും ഇറാൻ വലിയ രാജ്യമാണ്. ഇസ്രായേലിന് 60-70 ഇരട്ടി ഭൂമിയുണ്ട്, 10 ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇസ്രായേലിന് കേവലം 94 ലക്ഷം, 1 കോടിയിൽ താഴെ ജനസംഖ്യ മാത്രമാണുള്ളത്. കേരളത്തിൻ്റെ പകുതി പോലും വലിപ്പമുള്ള ടെറിട്ടറി അല്ല, കേവലം 22,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഇസ്രായേൽ എവിടെ കിടക്കുന്നു? 6-7 ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സുള്ള ഇറാൻ എവിടെ നിൽക്കുന്നു? ആ ഒരു സൈസിൻ്റെ സൈന്യത്തിൻ്റെ വലിപ്പം ഇതെല്ലാം തന്നെ ഇറാൻ അനുകൂലമായി തോന്നുകയാണെങ്കിലും നിലവിൽ ഇറാൻ ഇസ്രായേൽ പോരാട്ടം ആകാശങ്ങളിൽ നിന്നുകൊണ്ട് നയിക്കപ്പെടുന്നു. ഹൂവർ കൺട്രോൾസ് ദ സ്കൈ വിൽ അൾട്ടിമേറ്റ്ലി കം അപ്പ് ഓൺ ദ വിക്ടറി പോഡിയം എന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇവിടെ ആകാശം ഇപ്പോൾ കൂടുതലും നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് എന്ന നിഗമനത്തിലാണ് പൊതുവേ എല്ലാവരും എത്തുന്നത്. ഏതാണ്ടൊരു കോറിഡോർ തന്നെ തുറന്നു കഴിഞ്ഞു. ഇസ്രായേലിനും ടെഹ്റാനും ടെൽ-അവീവിനും മധ്യേ ഒരു എയർ കോറിഡോറിൻ്റെ പൂർണ്ണ നിയന്ത്രണം മറ്റ് രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നുകൊണ്ട് ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ ബോംബ് വർഷം വിശദമായി നടത്തുന്നു. അതേസമയം ഇറാനിൻ്റെ എയർക്രാഫ്റ്റുകൾ ഇറാൻ്റെ എയർക്രാഫ്റ്റുകൾ കാര്യമായി ഉപയോഗിക്കപ്പെട്ടതായി സൂചനയില്ല. പൂർണ്ണമായും ഏതാണ്ട് മിസൈൽ അധിഷ്ഠിത ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ 12 മിനിറ്റ് കൊണ്ട്, കേവലം 12 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു ദൂരമാണ്. 1200 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് വിവിധ ഭാഗങ്ങളിലുള്ള ബോംബിന്. അത് വളരെ കുറച്ച് സമയം കൊണ്ട് എത്തിച്ചേരാവുന്ന മിസൈൽ സംവിധാനങ്ങളുണ്ട്. ഡ്രോണുകൾ മണിക്കൂറുകൾ നീണ്ട യാത്രയിലാണ് ഡ്രോണുകൾ എത്തിച്ചേരുക. അത് നമുക്ക് വിശദമായി നോക്കാം ഡോക്ടർ മോഹൻ വർഗീസ്. കാരണം ഒരു യുദ്ധം വരുമ്പോഴാണല്ലോ നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെയും പക്കൽ എത്ര സൈനികരുണ്ട്, എന്തൊക്കെ ആയുധങ്ങളുണ്ട്, എന്തൊക്കെ സന്നാഹങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുക. നമുക്കത് രണ്ട് രാജ്യങ്ങളുടെയും വിശദമായി ഒന്ന് പരിശോധിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെ നിർണായകവുമാണ്. ഒപ്പം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങൾക്കും സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ളതും പ്രധാനമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ ട്രംപ് എടുക്കുന്ന നിലപാടും വളരെ നിർണായകമാണ്. G7 ഉച്ചകോടിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്, എന്ത് നിലപാടിലേക്ക് വരും എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് തുടരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ ഭരണകൂടത്തെ തുടച്ചു നീക്കും എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. സമാധാനം ആഗ്രഹിക്കുന്ന ഒട്ടേറെ സാധാരണക്കാരായ ജനങ്ങളുള്ള നാടുകൂടി തന്നെയാണ് ഇറാൻ. പക്ഷേ അവരെടുക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് 1979 ശേഷം വന്ന തീവ്ര നിലപാടുകൾ, ഒരുപക്ഷെ അമേരിക്ക പിൻവാങ്ങുന്ന ഒരു സമയം, ഇതൊക്കെയാണ് വലിയ മാറ്റങ്ങളിലേക്ക് ഈ കാലഘട്ടം, അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ഇത്രത്തോളം അശാന്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഭരണകൂടത്തെ തുടച്ചു നിൽക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാകും? ഒരുപക്ഷെ അത് കഴിഞ്ഞുടൻ നമുക്ക് പ്രശ്നപരിഹാരമായി എന്ന് പറയാനും കഴിയുമോ? വീണ, ഈ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ജനിതക ഘടന, പ്രത്യേകിച്ച് രാഷ്ട്രീയ DNA പൂർണ്ണമായി മാറ്റിമറിക്കപ്പെടുകയാണ്. ഒരിക്കലും ഒരു ഇസ്രായേൽ വിരോധമോ അമേരിക്ക വിരോധമോ ഇല്ലാത്ത ഒരു പുരോഗമന നിലപാടുകളുള്ള ഒരു രാജ്യം, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ഒരു രാജ്യം, ഷാ പഹ്ലവി രണ്ടാമൻ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഭരണകൂടം. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, വസ്ത്രധാരണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം ഇപ്പോൾ ഗൃഹാതുരത്വത്തോടെ ഓർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇറാനിലുണ്ട്. അവർ വളരെ സീനിയർ സിറ്റിസൻസാണ്. 46 വർഷമായി, കഴിഞ്ഞ 46 സംവത്സരങ്ങളായി ഇറാൻ്റെ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. കടുത്ത ജൂതവിരോധവും കടുത്ത ആൻറ്റി അമേരിക്കനിസവും ഇറാൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ഈ ഭരണകൂടം ഈ രൂപത്തിൽ, ഈ പൊളിറ്റിക്കൽ DNA ഇതുപോലെ നിലനിൽക്കുന്നിടത്തോളം കാലം, പ്രത്യേകിച്ച് ഒരു ആണവ രാജ്യമായി ഇറാൻ മാറിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും ആ മേഖലയിൽ സമാധാനമുണ്ടാവില്ല. അവർ ഇസ്രായേലിനെ മാത്രമല്ല, മറിച്ച് അറബി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബി രാജ്യങ്ങളുടെ നേരെയും ഇറാൻ്റെ ശക്തി നീളും എന്ന ഒരു പൊതു നിഗമനം ആ മധ്യ പൗരസ്ത്യ പ്രദേശത്ത് ആകമാനമുണ്ട്. അങ്ങനെയെങ്കിൽ ദ കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഓഫ് അമേരിക്ക, ഇസ്രായേൽ ആൻഡ് ദി അറബ് ഇസ്ലാമിക് വേൾഡ് എഗൻസ്റ്റ് ഇറാൻ, ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് കുറുക്ക് വഴികളൊന്നും തന്നെയില്ല. ആണവ കരാർ എന്നത് നിർത്തിവെക്കുക എന്നതൊക്കെ പറയുന്ന, അല്ലെ ആണവ കരാറിലേക്ക് എത്തുക എന്നതൊക്കെ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമാണ്. ഈ ഭരണകൂടം, അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ഒരു മത അധിഷ്ഠിത ഭരണകൂടം മാറുക എന്നതല്ലാതെ ശാശ്വതമായ
പരിഹാരങ്ങളില്ല എന്ന് അമേരിക്കയും ഇസ്രയേലും ചില അറബ് രാജ്യങ്ങളും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺവെർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്, സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അഗൈൻസ്റ്റ് ഇറാൻ. അങ്ങനെയെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ആക്രമണം വർദ്ധിച്ച രീതിയിൽ തുടരാൻ ഇസ്രയേലിനെ അനുവദിക്കുക എന്ന ഒരു പ്രായോഗിക നയം. അത് അവസരവാദപരമാണ് എന്ന് തോന്നാമെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രായോഗിക നയമാണ്. അങ്ങനെ നടക്കുന്ന കൃത്യമായ പ്രിസിഷൻ സ്ട്രൈക്ക്, അത് സെലക്ട് ടാർഗറ്റ്സ് ആണ്. ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ അസ്ഫഹാനിലും അതുപോലെ നഥാൻസിലും മറ്റുമുള്ള ആണവ നിലയങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ഹെവി പോണ്ടിങ്ങിന് വിധേയമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ ഏതാണ്ട് 100 മണിക്കൂറിനുള്ളിൽ നടന്ന നിരവധി ആക്രമണങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്. 2 മിസൈൽ കേന്ദ്രങ്ങൾ, ആ മേഖലയിലെ ഏറ്റവും വലിയ മിസൈൽ ശക്തി കൂടിയാണ് ഇറാൻ എന്നോർക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ റഷ്യക്ക് പോലും മിസൈലുകൾ നൽകി, യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് പോലും ഡ്രോണുകളും മിസൈലുകളും നൽകി സഹായത്തിനെത്തിയ ഒരു പാരമ്പര്യവും ട്രാക്ക് റെക്കോർഡുമുള്ള രാജ്യമാണ് ഇറാൻ. ആ ഒരു മിസൈൽ കേപ്പബിലിറ്റിയാണ് വാർ ഹെഡുകളെ വഹിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഡെലിവറി സംവിധാനമാണ് മിസൈലുകൾ. ആ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നീണ്ടിരിക്കുന്നു. ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത് വിശ്വസിക്കാമെങ്കിൽ ആ വിദ്യയുടെ ഏതാണ്ട്, അല്ലെങ്കിൽ മിസൈൽ ശേഖരത്തിൻ്റെ സർഫസ് ടു എയർ, സർഫസ് ടു സർഫസ് മിസൈൽ ശേഖരത്തിൻ്റെ ഏതാണ്ട് 35-40%, 1/3 ഓൾറെഡി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സാങ്കേതികവിദ്യ നിയന്ത്രിക്കുന്ന ആണവ ശാസ്ത്രജ്ഞന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെടുകയാണ്. ഏതാണ്ട് 14-ൽ പരം ശാസ്ത്രജ്ഞന്മാരാണ് കൊല്ലപ്പെട്ടത്. സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്, അതായത് IRGC തലവൻ, ഇറാൻ സംയുക്ത സേനാ മേധാവി എന്നിവരുൾപ്പെടെ ടോപ്പ് മിലിറ്ററി ലീഡർഷിപ്പ് ഈസ് വൈപ്ഡ് ഔട്ട്. അതിനർത്ഥം ഇറാന് ഉള്ളിൽ ഇസ്രയേൽ വർഷങ്ങളായി പ്ലാന്റ് ചെയ്തിരുന്ന മോളുകൾ, അതായത് മൊസാദ് എന്ന ഇസ്രയേലിൻ്റെ രഹസ്യ അന്വേഷണ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു. ഇറാനുള്ളിൽ ഇസ്രയേൽ ഹൈപ്പർ ആക്റ്റീവായി തന്ത്രപരമായി കാര്യങ്ങൾ ഒരുക്കി. ഒരു വിഭാഗം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയും ഒരു ചെറിയ വിഭാഗം സൈനികരെയും ഒരുമിച്ച് നിർത്തി അതിനുള്ളിൽ നിന്ന് തന്നെ വൻതോതിലുള്ള സാബോട്ടാഷിനുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാബോട്ടാഷ് ചെയ്തതുകൊണ്ടാണ് ഈ സൈനിക നേതൃത്വത്തെ വധിക്കാൻ കഴിഞ്ഞത്. കേവലം ഒരു മിസൈൽ ആക്രമണത്തിൽ, ഇസ്രായേലിൽ നിന്ന് വരുന്ന മിസൈൽ ആക്രമണത്തിൽ എലിമിനേറ്റ് ചെയ്യപ്പെടാനാവില്ല ഇറാൻ്റെ സൈനിക നേതൃത്വത്തിന്. അത്രയും കൺസോളിഡേറ്റഡ് ആണ്. പക്ഷേ ഉള്ളിൽ നിന്ന് പ്ലാന്റ് ചെയ്യപ്പെട്ട ചില ബുദ്ധികേന്ദ്രങ്ങൾ, അവിടെയാണ് പ്രത്യേകത. അങ്ങനെ വന്നാൽ അവസാനം എന്താണ് സംഭവിക്കുക? സ്റ്റേറ്റ് കൺട്രോൾഡ് മീഡിയയിലേക്ക് ശ്രദ്ധ തിരിയുകയാണ്. എല്ലാ കാര്യങ്ങളും സമയാസമയം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയും പൊതുജനങ്ങളെയും അറിയിക്കുന്നത് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയും അതുപോലെ ഇറാൻ ടെലിവിഷനുമാണ്, സ്റ്റേറ്റ് കൺട്രോൾ ടെലിവിഷനുമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ കണ്ട പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, നടുക്കുന്ന ദൃശ്യമാണ്. വാർത്താ വായനയ്ക്കിടയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആങ്കർ സംസാരിച്ചുകൊണ്ടിരിക്കുക, വളരെ ജനകീയ ആങ്കറാണ്, സഹാറ ഇമാമി എന്ന പേരുള്ള ആങ്കർ, വളരെ പോപ്പുലർ ആങ്കറാണ്. അവർ ഈ ഇസ്രയേലിനെതിരെ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയുമുള്ള ഒരു ധർമ്മയുദ്ധമാണ്, അവിടെ ഇസ്രയേൽ കാട്ടാളത്തരം കാട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇറാൻ ശക്തമായി തിരിച്ചടിക്കും എന്ന് പറയുന്ന സമയത്താണ് ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ വെച്ച് ആ കെട്ടിടം തകർന്നു വീഴുന്നതും ആ വാർത്താ വായനക്കാരി ഓടി രക്ഷപ്പെടുന്നതുമായ നടുക്കുന്ന രംഗങ്ങളും, ആ സംഭവത്തെക്കുറിച്ച് അതിന് പുറത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ടർ പറയുകയാണ്, ആ ആക്രമണം, ഞങ്ങളുടെ കെട്ടിടം, മാധ്യമ സ്ഥാപനം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഇനി എത്ര പേർ അവിടെ ജീവനോടെ ഉണ്ടെന്നറിയില്ല. ഇതിനർത്ഥം മാധ്യമ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് കൺട്രോൾഡ് സംവിധാനങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അതിനർത്ഥം ഒരു രീതിയിലും ജനങ്ങളിലേക്ക് ആ ആശയങ്ങൾ എത്തില്ല. ഗവൺമെൻറ്റിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്നതെത്തില്ല. ഹൂ ഈസ് ഇൻ കൺട്രോൾ എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടാകും. ഇത് അനുകൂല സാഹചര്യമായി എടുത്തുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിനുള്ള സാധ്യത, അടിച്ചമർത്തപ്പെട്ട ഒരു വലിയ വിഭാഗം ജനത ഉള്ളിലുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇറാൻ ജനതയുടെ ഒരു ചെറിയ പങ്കെങ്കിലും പ്രവാസ ജീവിതത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ. അവരെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഭരണമാറ്റം, രാഷ്ട്രീയ കാരണങ്ങളാലാണ് പലർക്കും ഇറാൻ വിട്ടു പോകേണ്ടി വന്നത്. അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ടോ? തങ്ങളുടെ രാജ്യത്തിൻ്റെ രീതിശാസ്ത്രം പഴയ കാലത്തേക്ക്, ഗതകാല പ്രതാപത്തിലേക്ക് തിരിച്ചു പോകും. ചിലരെങ്കിലും വിശ്വസിക്കുന്നു ഷാ പഹ്ലവി രണ്ടാമൻ്റെ മകൻ റിസ ഷാ,
അദ്ദേഹം തിരിച്ചു വരികയും ഇറാൻ ഒരു രാജഭരണത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു മൊണാർക്കിക്കൽ ഒരു ഗ്ലോറിയസ് ബെനവലൻറ്റ് ഡിക്റ്റേറ്റർഷിപ്പിലേക്കോ മൊണാർക്കിയിലേക്കോ ഒക്കെ മാറും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ റെജീം ചേഞ്ച് സാധ്യമാകണം. ആ റഷ്യൻ ചേഞ്ചിന് പൂർണ്ണമായും അനുകൂലമല്ലായിരുന്നു അമേരിക്ക. ഖൊമേനിയെ നിലനിർത്തിക്കൊണ്ട് ഖൊമേനിയെ വ്യക്തിപരമായി അപായപ്പെടുത്തരുത്, മസൂദ് പെസഷ്കിയാൻ എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അപായപ്പെടുത്തരുത് എന്ന നിർദ്ദേശമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ആ നിർദ്ദേശം നിലവിലില്ല. ഇസ്രായേലിന് ആഞ്ഞടിക്കാനുള്ള ഒരു ലൈസൻസ് അദൃശ്യമായി അമേരിക്ക നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി നീളാൻ സാധ്യതയുണ്ട് യുദ്ധം. ഇറാൻ പൂർണ്ണമായി മൃദുവായി കഴിഞ്ഞാൽ, ഭയപ്പെട്ട് കഴിഞ്ഞാൽ, വഴങ്ങിക്കഴിഞ്ഞാൽ ഒരു ആണവ കരാറിലേക്ക് എത്തി നിൽക്കാം. അങ്ങനെ ഇത് അവസാനിപ്പിക്കാം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. ഒരു പടി കൂടി കടന്നുകൊണ്ട് പൂർണ്ണമായ റെജീം ചേഞ്ച് സാധ്യമാകുകയാണെങ്കിൽ ഒരു പുതിയ തുടക്കം പശ്ചിമേഷ്യയിൽ, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ സൂര്യോദയം കാണും എന്ന രീതിയിൽ അമേരിക്ക ചിന്തിക്കുന്നു. ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ GCCയുടെ ഭാഗത്ത് കടുത്ത വിമർശനമുയരുന്നു, ഇസ്രായേലിനെതിരെയും ഒക്കെ വിമർശനമുയരുന്നു. അതോടൊപ്പം തന്നെ യുദ്ധം ഉടനടി നിർത്തണമെന്ന് കഴിഞ്ഞ ദിവസം കൂടിയ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ, അവരാണ് പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ സൗദി അറേബ്യയും UAEയും അടുത്തുള്ള രാജ്യങ്ങൾ ഖത്തറും പിന്നെ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ വിപണനം സാധ്യമാകണമെങ്കിൽ 20% ലോക വിപണിയിലെ എണ്ണ കടന്നു വരുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഒമാൻ ഉൾക്കടൽ കടന്നാണ് വരേണ്ടത്. അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് യുദ്ധം കടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇറാനാണ് ആ പ്രദേശം യഥാർത്ഥത്തിൽ തന്ത്രപരമായി ഇറാൻ്റെ നാവികസേന നിയന്ത്രിക്കുന്ന ഹോർമോസ് കടലിടുക്ക് അശാന്തമാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യുദ്ധം ഉടനടി നിർത്തണമെന്ന് അവർ പറയുമ്പോഴും രഹസ്യമായി ആഗ്രഹിക്കുന്നു. പറയാനാവില്ല എങ്കിലും രഹസ്യമായിട്ടെങ്കിലും ഇറാൻ്റെ ആണവ കേപ്പബിലിറ്റി ആത്യന്തികമായി ഡെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകാൻ ഇറാൻ ഒരു നോൺ ന്യൂക്ലിയർ പവറായി നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെ നോക്കിയാലും ഒരു ഭരണമാറ്റത്തിലേക്ക് ആത്യന്തികമായി എത്തി നിൽക്കുന്ന രീതിയിൽ തൽക്കാലത്തേക്ക് ഇറാനെ മയപ്പെടുത്തുകയും അമേരിക്ക ഇടപെട്ടുകൊണ്ട് നിർത്തിവെച്ച കരാർ ചർച്ചകൾ, ആണവ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുകയും ശാശ്വതമായ ഒരു ഉറപ്പ് ഇറാന് നൽകാനാവണം അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ലോകത്തിനും. ഞങ്ങൾ ഇനി ഉടൻ തന്നെ ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങില്ല എന്ന രീതിയിലുള്ള ഉറപ്പുകളാണ് ഇപ്പോൾ അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. അതിന് സാധ്യമാകുന്നില്ല എങ്കിൽ അമേരിക്ക ഉദ്ദേശിച്ചതുപോലെ തന്നെ 60 ദിവസത്തെ സമയം കൊടുത്തിരുന്നു ഇറാന്. ആ സമയം കഴിഞ്ഞ 61-ാം ദിവസം ഇസ്രായേൽ എന്ന അമേരിക്കയുടെ എക്കാലത്തെയും അടുത്ത രാജ്യം ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഈ ആക്രമണം തുടരും, സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് ആർമഗഡോൺ അല്ലെങ്കിൽ സർവനാശം, ആ രീതിയിലുള്ള ഒരു വാർണിംഗ് ആണ് അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതീവ സങ്കീർണമായ സിറ്റുവേഷനാണ്. എൻ്റെ ഒരു ചിന്ത, ഒരു റെജീം ചേഞ്ച് എന്ന രീതിയിൽ ഒരു ടൈം ഫ്രെയിം ഇട്ടുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് പോവുകയാണ്. അത് സാധ്യമല്ലാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കരാറിൽ ഒതുങ്ങുന്ന രീതിയിൽ തൽക്കാലത്തേക്ക് വിഷയം പരിഹരിക്കുകയും ആത്യന്തികമായ റെജീം ചേഞ്ച് മറ്റൊരു ദിവസത്തേക്ക്, മറ്റൊരു നാളുകളിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യാനുള്ള സാധ്യതയും കാണുന്നു. ഈ 2 ഓപ്ഷൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, മറ്റൊരു അസാധാരണ നീക്കം വന്നിരിക്കുന്നത് അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക്, എൻ്റെ ഒരു വിലയിരുത്തലിലേക്ക് വരേണ്ടതുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ് തുടരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അസാധാരണ നീക്കത്തെ എങ്ങനെ വിലയിരുത്തുന്നു? യൂറോപ്യൻ യൂണിയൻ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായിട്ട് വരേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ അവരുടെയും സെക്യൂരിറ്റി പെർസെപ്ഷൻസ് മാറിയിരിക്കുന്നു. വളരെ പ്രകോപനപരമായ 2-3 പ്രസ്താവനകൾ ഇറാൻ്റെ ടോപ്പ് ലീഡർഷിപ്പിൽ നിന്നും വന്നു. വേണ്ടി വന്നാൽ ഞങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് പറയുമ്പോൾ, ഒരു ആണവ സാങ്കേതിക വിദ്യ ഒരു രാജ്യം, ഇറാൻ പോലെയുള്ള രാജ്യത്തിൻ്റെ കയ്യിൽ എത്രത്തോളം സുരക്ഷിതമായിരിക്കും എന്ന ഒരു ആശങ്ക യൂറോപ്യൻ യൂണിയനുമുണ്ട്. അതുകൊണ്ട് ആണവ സമ്പുഷ്ടീകരണം എന്തു വിധേനയും ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ നയതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ മയപ്പെട്ടു വരുന്ന രാജ്യത്തോട് കുറച്ചുകൂടി മീനിങ് ഫുള്ളായി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ആത്യന്തികമായ ഒരു പ്രശ്നപരിഹാരം. അപ്പോൾ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാൻ പിന്മാറുന്ന ആ നിമിഷം,
പിന്നെ ലോകരാജ്യങ്ങൾക്കൊന്നും ഇറാനെ എതിർക്കാനാവില്ല. കാരണം ഇറാൻ ജനതയോട് ഒരു രാജ്യവും വിരോധം വെച്ച് പുലർത്തുന്നില്ല. അവർക്ക് സ്വയം നിർണയ അവകാശമുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഇറാൻ ഒരു വലിയ ഒരു സിവിലൈസേഷൻ്റെ ഒരു ബാക്കിപത്രം കൂടിയാണ്. ഏൻഷ്യൻറ്റ് പേർഷ്യൻ സിവിലൈസേഷൻ്റെ ഇന്നത്തെ ജീവിക്കുന്ന രൂപമാണ് ഇറാൻ്റെ ജനത. അപ്പോൾ ഇറാൻ ജനതയുടെ വിഷയമല്ല ഇത്, ഭരണകൂടത്തിൻ്റെ ചില തീരുമാനങ്ങൾ. അത് മാറ്റിമറിക്കാൻ യൂറോപ്യൻ യൂണിയൻ വലിയ രീതിയിലുള്ള ശ്രദ്ധയാണ് ചെലുത്തുന്നത്. നമുക്കറിയാം അമേരിക്കൻ ഇൻട്രസ്റ്റ് ആർ എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം ദ യൂറോപ്യൻ ഇൻട്രസ്റ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ. അതുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ചേർന്ന ഒരു അച്ചുതണ്ട് ഹൈപ്പർ ആക്റ്റീവായി നിൽക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായി ഒരു തീരുമാനം, അമേരിക്കയ്ക്കും ഇസ്രയേലിനും അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക്, അത് തങ്ങൾക്കും കൂടി ബെനിഫിഷ്യലാകുന്ന ഒരു തീരുമാനത്തിലേക്കാണ്. ഒരു റെജീം ചേഞ്ചിന് ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനും അനുകൂലമായിട്ട് തന്നെയാണ്. കാരണം ഇറാൻ ലിബറേറ്റ് ചെയ്ത് വിതിൻ കോട്ട്സ് ലിബറേറ്റ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ, ഒരു പുതിയ ഭരണകൂടം വരികയാണെങ്കിൽ കൂടുതൽ വ്യാപാര വ്യവസായ സാധ്യതകൾ യൂറോപ്യൻ സമൂഹവും അവിടെ കാണുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല, കുറച്ചുകൂടെ ജിയോഗ്രാഫിക് പ്രോക്സിമിറ്റി ഇറാനുമായി യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ കുറച്ചുകൂടി ജിയോഗ്രാഫിക് പ്രോക്സിമിറ്റി ഉണ്ട്. മറ്റൊരു ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന അമേരിക്ക, വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന, അറ്റ്ലാന്റിക്കിനും അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ത്രെട്ടും കൺസേണും യൂറോപ്യൻ സമൂഹത്തിന് ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെത്തി. അറബ് ലീഗിൻ്റെ മീറ്റിങ്ങിന് വരുന്നു. GCCയുടെ തീരുമാനം വന്ന് വെടിനിർത്തൽ ഉണ്ടാക്കണമെന്ന് പറയുന്നു. യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്ന, ഒരു പരിധിവരെ അമേരിക്കയോട് ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ G7 സമ്മിറ്റിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഇറങ്ങിപ്പോവുകയാണ്. അല്ലെങ്കിൽ പാതി വഴി നിർത്തിവെച്ച് എനിക്ക് വാർ റൂമിലേക്ക് പോകേണ്ടതുണ്ട്, യുദ്ധം ഒരുപക്ഷെ അമേരിക്ക നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം വരും. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ഒരുപക്ഷെ ഇടപെടേണ്ടെന്നിരിക്കില്ല. പണ്ട് ഗൾഫ് യുദ്ധം, ഒന്നാം ഗൾഫ് യുദ്ധം, രണ്ടാം ഗൾഫ് യുദ്ധം, സദ്ദാം ഹുസൈനെ പുറത്താക്കാനുള്ള കുവൈറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, അത് നെയ്റ്റോ എന്ന രൂപത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ വളരെ വളരെ ആക്റ്റീവായിരുന്നു യുദ്ധത്തിൽ. ഇപ്പോൾ ഒരുപക്ഷെ അമേരിക്ക മാത്രമാവും ഇസ്രയേലിനെ ആത്യന്തികമായി സഹായിക്കാനുണ്ടാവുക. യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യവും, പ്രത്യേകിച്ച് നെയ്റ്റോ സഖ്യരാജ്യങ്ങൾ നേരിട്ട് നെയ്റ്റോയുടെ കൊടിക്കീഴിൽ അണിനിരക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ വളരെ അപൂർവമാണ്. കാരണം അതിൻ്റെ ആവശ്യം വരില്ല. കാരണം ഇറാൻ അത്ര വലിയ ശക്തമായ രാജ്യമല്ല. അല്ല എങ്കിൽ ലോക മഹായുദ്ധത്തിലേക്ക് ചൈനയോ റഷ്യയോ ഇറാനെ സഹായിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്തെങ്കിൽ മാത്രമേ നെയ്റ്റോയുടെ ഫുൾ ഫോഴ്സ് ആ പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനൊരു രമ്യമായ പരിഹാരം ഉണ്ടാകണം എന്ന ശക്തമായ ആവശ്യം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇറാൻ ഉൾപ്പെടെ മുഖം രക്ഷിക്കാനുള്ള ഒരു അവസരമാണ്. ഇതാ, ഞങ്ങൾ അമേരിക്കയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അമേരിക്കയുടെ ചുമതലയാണ് നിങ്ങളുടെ ഇഷ്ടരാജ്യമായ ഇസ്രയേലിനോട് അരുത് കാട്ടാള, ആക്രമണം നിർത്തൂ എന്ന് പറയാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ പുച്ഛക്കാർ മണികെട്ടും എന്ന ചോദ്യത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഉത്തരം അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ് കടിഞ്ഞാൺ എന്ന രീതിയിലാണ്. അത് കുറേയൊക്കെ വിശ്വസിക്കാവുന്ന ഒരു നിഗമനം തന്നെയാണ്. പക്ഷെ അതേസമയം ഈ G7 ഉച്ചകോടി നടക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അവിടെ അതിഥി ആയി എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ ട്രംപിന്റെ അഭാവത്തിലാണെന്ന് ഓർക്കണം. അവിടെ എങ്ങനെയായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുക? അവിടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രത്യേക ക്ഷണിതാവായി, പ്രധാനപ്പെട്ട 7 രാജ്യങ്ങൾ കൂടുന്ന ഇടത്ത് ക്ഷണിതാവായി ഇന്ത്യ എത്തുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും ലോക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും, ഇത് ടോപ്പ് ഇക്കോണമീസ് ആണല്ലോ ഈ G7 ഒത്തുകൂടുന്നത്. ഇന്ത്യ ലോകത്തെ നിലവിൽ 5ാമത്തേതും ഉടനടി 4ാമത്തേതുമായ സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വരം കൂടി ആ ഉച്ചകോടിയിൽ ഉയരുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനകരമായ ഒരു കാര്യമാണ്. അവിടെ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്ന ഒരു സമിതിയല്ല, പ്രത്യേകിച്ച് സൈനികമായ തീരുമാനം എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സമിതിയല്ല G7. പക്ഷേ ആഗോള അഭിപ്രായ രൂപീകരണം, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിൻ്റെ, അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജപ്പാൻ്റെയും ചേർന്ന റഷ്യയും ചൈനയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണ സമിതി എന്ന നിലയിൽ ശക്തരായ രാജ്യങ്ങൾ തന്നെയാണ്, ലോകത്തെ ഏറ്റവും ടോപ്പ് ഇക്കോണമീസ് തന്നെയാണ്. ആ രാജ്യങ്ങളുടെ വാക്കുകൾ ഗൗരവമായി കേൾക്കേണ്ടതുണ്ട്. ട്രംപ് വിട്ടു നിൽക്കുമ്പോൾ ഒരു നയരേഖ, ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ, വെടിനിർത്തലിനുള്ള ഉടനടി സമാധാനമുണ്ടാകണം, വെടിനിർത്തലിനുള്ള കർശന നിർദ്ദേശങ്ങളുമായി ഒരു രേഖ അവിടെ വരികയാണ്, ഒരു കരട് രേഖ അവിടെ വരികയാണ്. ആ രേഖ സൈൻ ചെയ്താൽ 7 രാജ്യങ്ങളും, അംഗരാജ്യങ്ങളായ 7 രാജ്യങ്ങളും ഒരുപോലെ സൈൻ ചെയ്താൽ മാത്രമേ ആ രേഖയ്ക്ക് വാലിഡിറ്റി ഉള്ളൂ. ആ രേഖ സൈൻ ചെയ്യാൻ
ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് വിസമ്മതിച്ചിരിക്കുകയാണ്. അത് വിസമ്മതം എന്ന വാക്ക് തന്നെയാണ് അവിടെ ചേരുന്നത്. കാരണം ട്രംപിന് പറയാനുള്ളത് ഇതാണ്: സമയമായിട്ടില്ല, കുറച്ചുകൂടി ഇറാൻ വഴിക്ക് വരേണ്ടതുണ്ട്, അതുകൊണ്ട് ലെറ്റ് ഇസ്രായേൽ കണ്ടിന്യൂ എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ദുർബലമാകുന്ന ഇസ്രായേലിനെ വെരുക്കിയെടുത്തുകൊണ്ട് ഒരു ആണവ ചർച്ചയ്ക്ക് കുറച്ചുകൂടി മീനിങ് ഫുള്ളായി ഇപ്പോൾ 6ാം റൗണ്ട് നിർത്തിവെച്ചിരിക്കുന്ന ചർച്ചകൾ ഒരുപക്ഷെ ആഴ്ചകൾക്കുള്ളിൽ പുനരാരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ലോകത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇറാനോട് കർശനമായ വാക്കുകൾ ഉപയോഗിച്ച് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്: ഞാൻ പറഞ്ഞിരുന്നു 60 ദിവസത്തിനുള്ളിൽ ഈ ട്രീറ്റി, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ട്രീറ്റി, ഇറാൻ ആണവ വ്യാപനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു, സമ്പുഷ്ടീകരിക്കില്ല എന്ന ഉറപ്പും, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കാം. ഈ കരാറാണ്. അത് മാത്രമല്ല IAEA കൃത്യമായ ഇൻസ്പെക്ഷന് ഇറാൻ വഴങ്ങണം. അതായത് ഇറാൻ ഞങ്ങൾ ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, IAEA അത് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. ഈ നിർദ്ദേശങ്ങളോട് ഇതുവരെ ഇറാൻ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഞങ്ങളുടെ അവകാശമാണ് ആണവ സമ്പുഷ്ടീകരണം. ആ നിലപാടിൽ നിന്നും ഇറാൻ പിന്നാക്കം പോയി കഴിഞ്ഞാൽ ഉടനടി ചർച്ചകൾ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് G7 ഉച്ചകോടിയുടെ തീരുമാനങ്ങൾ പാഴായിപ്പോയി എന്ന് പറയാനാവില്ല. പക്ഷേ പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടി യുദ്ധം തുടരുകയും ഇറാൻ വഴിയെ ഭയപ്പെട്ട് വരുമ്പോൾ ആ ചർച്ചകളിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ഫോർമുലയാണ് G7 ഭാഗത്തു നിന്ന് വരുന്നത്. ഒരുപക്ഷെ ഇസ്രയേലിന് മറ്റൊരു ആശയം ഉണ്ടായിരിക്കാം. ഇങ്ങനെയൊരു ചർച്ചകൾ, അതും പൂർണ്ണമായ ശാശ്വതമായ പരിഹാരമല്ല. ഈ ചർച്ച മുഖം രക്ഷിച്ചുകൊണ്ട് ഇറാൻ തൽക്കാലം പിൻവാങ്ങുകയും വീണ്ടും രഹസ്യമായി ആണവ സമ്പുഷ്ടീകരണം നടത്തുകയും ചെയ്താൽ ആദ്യ ത്രെട്ട് ഇസ്രായേലിന് തന്നെയാണ്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയിലേക്കൊക്കെ എത്താനുള്ള മിസൈലുകളോ സാങ്കേതികവിദ്യയോ ഒന്നും ഇറാൻ ഇപ്പോഴില്ല. അതുകൊണ്ട് ഇസ്രായേൽ തന്നെയാണ് അവിടെയും ഭീഷണി അനുഭവിക്കുന്നത് എന്നതുകൊണ്ട് റെജിം ചേഞ്ചിലേക്കും പൂർണ്ണമായ ഇറാൻ്റെ ഒരു ആണവ നിരായുധീകരണത്തിലേക്കും തന്നെയാണ് ഇസ്രായേൽ താല്പര്യം. അതിന് അമേരിക്ക വഴങ്ങുമോ അതോ ഇടപ്പരുവത്തിൽ വെച്ചുകൊണ്ട് ഒരു കരാറിലൂടെ ഇത് പിൻവാങ്ങാനാവുമോ എന്ന 2 ഓപ്ഷൻ ഇപ്പോൾ കോൺടെംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ, ഭാരതത്തിൻ്റെ നിലപാട് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യമായിരിക്കവേ സ്ഥിതി വിലയിരുത്തുകയായിരുന്നു നമ്മൾ. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ വിഷയത്തിൽ ഇപ്പോൾ G7 ഉച്ചകോടി മാറ്റി നിർത്തിയാൽ ഭാരതത്തിൻ്റെ പൊതുവായ നിലപാട്, പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളുമായും മികച്ച നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ എങ്ങനെയാണ് ഭാരതം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക? വീണ, അത്യപൂർവമായി മാത്രമേ ഇറാനോടും ഇസ്രായേലിനോടും ഒരുപോലെ സംസാരിക്കാനുള്ള ആർജവമുള്ള രാജ്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതിലൊരു രാജ്യം ഇന്ത്യയാണ്. ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ഒന്നും തന്നെ ക്ലെയിം ചെയ്യാനാവാത്ത ഒരു ക്രെഡിബിലിറ്റി ഈ കാര്യത്തിൽ ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇന്ത്യ മധ്യസ്ഥത വഹിക്കുന്നതിൽ വിശ്വസിക്കുന്ന രാജ്യമല്ല. ഉഭയകക്ഷി ബൈലാറ്ററലിസം, അതായത് രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ, ഇന്ത്യക്ക് ഏതെങ്കിലും രാജ്യവുമായോ 2 രാജ്യങ്ങൾ തമ്മിലോ തർക്കമുണ്ടാകുമ്പോൾ അവർ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. ആ നിലപാട് ഒരിക്കൽ കൂടി ഇന്ത്യ ഇക്കാര്യത്തിലും ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനടി വെടിനിർത്തുക, ചർച്ചകൾ പുനരാരംഭിക്കുക, ചർച്ചകൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ചർച്ച ചെയ്യുക, അതായത് അമേരിക്കയുടെ സാന്നിധ്യത്തിൽ എന്നല്ല, നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഹൃദമുള്ള രാജ്യമാണ് ഇറാൻ. ഇറാനുമായി ചരിത്രപരമായ ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. ഇറാൻ്റെ ചബഹാർ സീപോർട്ട് വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. വലിയ രീതിയിൽ നിക്ഷേപമുണ്ട്. ഇന്ത്യൻ കമ്പനികൾ വളരെ ആക്റ്റീവാണ് അവിടെ. അതുമാത്രമല്ല, ഏഷ്യയുടെ ഹൃദയഭാഗം, അതായത് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ മേഖലയിലെ എണ്ണ നിക്ഷേപം, പ്രകൃതിവാതക നിക്ഷേപം, അങ്ങനെ സെൻട്രൽ ഏഷ്യയിലെ പ്രകൃതിവാതക നിക്ഷേപം ഇന്ത്യയിലെത്തണമെങ്കിൽ അതിനൊരു കവാടം എന്ന നിലയിൽ ചബഹാർ താവളത്തെ കാണുന്ന ഒരു ഭാരതം. അതുകൊണ്ട് ഇറാനുമായി ശക്തമായ ചങ്ങാത്തമുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാനെ സാൻഡ്വിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഇറാനെ ആവശ്യമായി വരും. അപ്പോൾ തന്ത്രപരമായ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇറാൻ്റെ കാര്യത്തിൽ. ഇസ്രയേലുമായി ഇന്ത്യക്ക് വളരെ ആഴത്തിലുള്ള ബന്ധം കഴിഞ്ഞ ഒരു ദശകമായിട്ടെങ്കിലും നല്ല അതിശക്തമായ ബന്ധമുണ്ട്.
ഇന്ത്യക്ക് ആവശ്യമുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ, പ്രത്യേകിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് നിർണായകമായൊരു പങ്കാളിയാണ് ഇസ്രയേൽ എന്നോർക്കണം. ഈ പല ആവർത്തി അത് ഈ 1999 മുതൽ കാർഗിൽ യുദ്ധം മുതൽ ഇസ്രയേലിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സഹായം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഇസ്രയേലിനെയും കൈവിടാനാവില്ല. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയിലും അതുപോലെ ഷാങ്ഹായ് കോഓപ്പറേഷൻ കൗൺസിലിൽ കഴിഞ്ഞ ദിവസവും വന്ന പ്രമേയങ്ങളിൽ നിന്നും വോട്ടെടുപ്പിൽ നിന്നും ഭാരതം നിന്നതിൻ്റെ പ്രധാന കാരണം രണ്ട് രാജ്യങ്ങളെയും ഒരുപോലെ കാണുന്നു. ഏതെങ്കിലും രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രമേയത്തിൽ വോട്ടെടുപ്പിൽ നിന്നും ഭാരതം വിട്ടുനിന്നത് തന്ത്രപരമായ ഒരു രീതിയിൽ മാത്രമല്ല കാണുന്നത്, അത് ഭാരതത്തിൻ്റെ കമ്മിറ്റ്മെൻ്റാണ്. ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഫോർ പീസ്. അത് രണ്ട് രാജ്യങ്ങളും നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം എന്ന നിലപാടിൽ തന്നെയാണ് ഭാരതം നിൽക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് കൂടിയാണ് നമുക്ക് പോകേണ്ടതുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് കടക്കുകയാണ്. പുത്തൻപുലരി, ഇസ്രായേലിൽ നിന്ന് ഒഴിയാൻ പൗരന്മാരോട് ചൈന ആവശ്യപ്പെട്ടു എന്ന വിവരം ആണ് വരുന്നത്. ജോർദാൻ വഴി എത്രയും വേഗം മടങ്ങാനാണ് ചൈനീസ് പൗരന്മാരോട് ബീജിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ യുദ്ധ സമാന സാഹചര്യം നിലനിൽക്കെ അവിടെ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. നേരത്തെ ഭാരതവും ഈ നടപടികളിലേക്ക് കടന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആശങ്ക കൂട്ടിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, മധ്യേഷ്യയിൽ കൂടുതൽ US സേനാ വിന്യാസം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നായ USS നിമിറ്റ്സ് മധ്യേഷ്യയിലേക്ക് തിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. അങ്ങനെ ചേർത്ത് വയ്ക്കാൻ വാർത്തകൾ പുതുതായി ഒരുപാടുണ്ട്. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ ഒന്നുകൂടി നോക്കാം. യുദ്ധസമാനം പശ്ചിമേഷ്യ, ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ, കൂടുതൽ US സേനാ വിന്യാസത്തിന് ഉത്തരവിട്ട് ട്രംപ്. G7 ഉച്ചകോടി സമാപിക്കാൻ കാത്തുനിൽക്കാതെ വാഷിംഗ്ടണിലേക്ക് മടങ്ങി US പ്രസിഡന്റ്. വൈറ്റ് ഹൌസിൽ ദേശീയ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ഇന്ന്. സിറ്റുവേഷൻ റൂം സജ്ജമാക്കാൻ നിർദ്ദേശം. ഇറാന് ട്രംപിന് അന്ത്യശാസനം, ജനങ്ങൾ ടെഹ്റാൻ വിട്ടൊഴിയാൻ നിർദ്ദേശം. ദേശീയ ടെലിവിഷൻ ആക്രമണത്തിന് ശേഷം അതീവ ജാഗ്രതയിൽ ഇറാൻ. ഒറ്റ ഫോൺ കോളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാനിൽ നിന്നും ഭാരതീയരെ ഒഴിപ്പിച്ചു തുടങ്ങി. ആദ്യ സംഘം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അർമേനിയയിലേക്ക്. അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതിർത്തികളും തുറന്ന ഇറാൻ. വടക്കൻ ഇസ്രായേൽ സുരക്ഷിതമെന്ന് ഇസ്രായേൽ സേന. അഭയകേന്ദ്രങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങാമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം. പ്രകോപനം തുടർന്ന് ഇറാൻ. ടെലവീവിലേക്ക് മിസൈൽ ആക്രമണത്തിന് ശ്രമം. അസാധാരണ നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ. ഇറാൻ US ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് നിർദ്ദേശം. സംഘർഷത്തിൽ ആടിയുലഞ്ഞ എണ്ണ വിപണി. കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില. ഭാരതത്തിന് ആശങ്കയില്ലെന്ന് മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ധനാവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യം പ്രാപ്തം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി കാനഡയിൽ. കാൽഗറി വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ചയാകും. മാക്കാർണിയുമായി കൂടിക്കാഴ്ചയ്ക്കും സാധ്യത. നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. അവസാന ലാപ്പിലും പ്രചാരണം കടുപ്പിച്ചു മുന്നണികൾ. LDF UDF വോട്ടുകൾ ലക്ഷ്യമിട്ട് PV അൻവർ. പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യമായിരിക്കെ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ, നീക്കങ്ങൾ നിർണായകമാണ്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാരതീയരെ അവിടെ ഒഴിപ്പിക്കുന്നു, ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ചു തുടങ്ങിയെന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിലുള്ളത്. ആദ്യ സംഘം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അർമേനിയയിലേക്ക് കരമാർഗം തിരിച്ചു എന്നറിയുന്നു. അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിലൂടെയും ഇറാനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കും. ഈ അതിർത്തികൾ തുറന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിൽ നിന്ന് ഭാരതീയരെ ഒഴിപ്പിക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, എങ്ങനെയാണ് നമ്മൾ ഇത് ഏകോപിപ്പിക്കുന്നത്? വീണ, വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ
ഇതിന്റെ ഏകോപന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകളും മറ്റ് ആയുധങ്ങളും പതിക്കുകയാണ്. ആ രീതിയിലേക്ക് ഈ ഒരു യുദ്ധം എത്തിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ ടെല്ലവീവ് ആണെങ്കിലും ഇനിയും ടെഹ്റാൻ ആണെങ്കിലും ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഭാരതീയരെ തിരിച്ചെത്തിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ടെഹ്റാനിൽ നിന്നും ഇപ്പോൾ ഈ ആളുകളെ ഭാരതീയരെ തൊട്ട അയൽ രാജ്യങ്ങൾ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വഴി അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ വഴികളിലൂടെ തിരിച്ച് ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിലും ധാരാളം ഭാരതീയരുണ്ട്. അവരെ കൂടി ഇപ്പോൾ ഈജിപ്ത്, അതോടൊപ്പം തന്നെ ജോർഡാൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങൾ വഴി തിരിച്ച് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഇറാനിലേക്കും ഇസ്രായേലിലേക്കും നേരിട്ട് നമുക്ക് വിമാനങ്ങൾ അയക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം ആകാശമാർഗമുള്ള യുദ്ധമാണ് നടക്കുന്നത്. വ്യോമപാത രണ്ട് രാജ്യങ്ങളും അടച്ചിട്ടുകൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. അതിനാൽ നമ്മുടെ വിമാനങ്ങൾ അവിടേക്ക് ഇറക്കി ഈ ആളുകളെ കൊണ്ടുവരാൻ കഴിയുന്നൊരു പശ്ചാത്തലമില്ല. അതിനാൽ തന്നെ അയൽ രാജ്യങ്ങൾ വഴിയുള്ളൊരു ഓപ്പറേഷനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഗൗതം, നമുക്കറിയാം എണ്ണ വിപണി ആകെ ആടിയുലഞ്ഞൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഭാരതത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? വളരെ പെട്ടെന്ന് ചില യോഗങ്ങൾ ചേർന്നതായൊക്കെയും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധമുള്ള ഒരു ദേശമാണ്. നമുക്കറിയാം ചരിത്രപരമായും സാംസ്കാരികപരമായും നമുക്ക് ഇസ്രയേലുമായാണ് വളരെ അഭേദ്യമായ ബന്ധം. അതിന് സാംസ്കാരികമായിട്ടുള്ള മറ്റ് പല ചരിത്രവുമുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ യഹൂദന്മാരെ വിവിധ മതങ്ങൾ വേട്ടയാടിയിരുന്ന കാലഘട്ടങ്ങളിൽ യഹൂദന്മാർക്ക് ജീവിക്കാൻ കഴിയാതെ യൂറോപ്പിലും മറ്റ് പശ്ചിമേഷ്യൻ ദേശങ്ങളിലുമൊക്കെ അവർ ഹോളികോസ്റ്റിനും അതുപോലെയുള്ള ചരിത്രപരമായ പീഡനങ്ങൾക്കും വിധേയമാകുന്ന കാലഘട്ടങ്ങളിൽ ഭാരതം എന്ന് പറയുന്ന ഏക രാഷ്ട്രം മാത്രമാണ് അവർക്ക് അഭയം നൽകിയിരുന്നത്. അതിനാൽ സാമൂഹികമായും ചരിത്രപരമായും ഒക്കെ നമുക്ക് വൈകാരികമായ ബന്ധം ഇസ്രായേലിനോടുണ്ട്. പക്ഷേ നയതന്ത്ര തലത്തിൽ നമുക്ക് ഇസ്രായേലുമായി മാത്രമല്ല ഇറാനുമായും നല്ല ബന്ധമാണുള്ളത്. കാരണം അവിടെ നിന്നും എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നതാണ്. അതിനാൽ ഈ രണ്ട് രാജ്യങ്ങളെയും നയതന്ത്ര തലത്തിൽ നോക്കുമ്പോൾ ഒരുപോലെ നിന്നുകൊണ്ട് ഒരു സമാധാനത്തിന്റെ ആഹ്വാനം തന്നെയാണ് ഭാരതം ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി തീർച്ചയായിട്ടും അത് എണ്ണ വിപണിയെ ബാധിക്കും. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആശങ്കയുണ്ടാക്കുന്ന ഘടകമാണ്. കാരണം എണ്ണ വിപണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇറാൻ. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ആക്രമണം ഈ എണ്ണ പാടങ്ങൾക്ക് നേരെ പോലും ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനാൽ വിലക്കയറ്റവും അതോടൊപ്പം തന്നെ ഇന്ധനക്ഷാമവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ യുദ്ധം നീണ്ടുപോയാൽ ഉണ്ടാകും. അത് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെ ആശങ്കയിലാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, ശരി ഗൗതം, തിരിച്ചു വരാം. മറ്റൊരവസരത്തിൽ കൂടുതൽ വിവരങ്ങൾക്കായി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തി. കാൽഗറി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. ഊർജ്ജം, സുരക്ഷ, AI തുടങ്ങിയ വിഷയങ്ങളിൽ ഭാരതം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷവും G7 ഉച്ചകോടിയിൽ ചർച്ചയാകും. തുടർച്ചയായി 6ാം തവണയാണ് ഭാരതം G7 ഉച്ചകോടിയിൽ അതിഥി രാജ്യമായി എത്തുന്നത്. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, ഏറ്റവും ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഭാരതം പ്രധാനമായും ഈ ഉച്ചകോടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണൊപ്പം ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ചയായാൽ ഭാരതം എന്ത് നിലപാട് സ്വീകരിക്കും? തീർച്ചയായും വീണ, ഏറ്റവും നിർണായകമായ ഒരു G7 സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ് G7 സമ്മേളനത്തിൽ ഇപ്പോൾ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ 2019 മുതൽ ഇന്ത്യ പ്രത്യേക ക്ഷണിതാവാണ്. ഇക്കഴിഞ്ഞ ദിവസം ഈ G7 സമ്മേളനത്തിലേക്ക് അതായത് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി തന്നെ വ്യക്തമാക്കിയത് അതിവേഗം വളരുന്ന മികച്ച സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യം G7 രാജ്യങ്ങളുടെ സമ്മേളനങ്ങളിൽ ഒരു സീറ്റ് അർഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു അംഗീകാരം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ G7 രാജ്യങ്ങളുടെ ഭാഗമാണ് ഇന്ത്യ എന്ന നിലപാട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം G7 രാഷ്ട്രങ്ങളും ഭാരതവുമായുള്ള ബന്ധത്തെ പരിശോധിക്കേണ്ടത് എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഡിജിറ്റൽ വിപ്ലവവും എല്ലാം തന്നെ ഭാരതത്തിന്റെ അജണ്ടകളാണ്, അന്താരാഷ്ട്ര അജണ്ടകളുടെ ഭാഗമാണ്. ഭീകരവിരുദ്ധ നിലപാടുകളും സ്വാഭാവികമായും ഭാരതത്തിന്റെ അജണ്ടയാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ചർച്ചാ വിഷയമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പഹൽഗാം ആക്രമണവും അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഈ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു നയതന്ത്ര അന്താരാഷ്ട്ര പ്രാധാന്യം വിലയിരുത്തുന്ന രീതിയിലുള്ള നിലപാടുകളും ഭാരതം സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഏറ്റവും സുപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം തന്നെയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമായി അജണ്ടയിൽ തന്നെയുണ്ട് G7 രാജ്യങ്ങളുടേത്. സ്വാഭാവികമായും ആ G7 രാജ്യങ്ങളുടെ അജണ്ടയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് മാറ്റണമെന്നൊരു നിലപാട് നേരത്തെ തന്നെ, അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി ഭാരതത്തിലെ വിദേശകാര്യമന്ത്രിയും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുമെല്ലാം തന്നെ കൃത്യമായ ആവശ്യമുയരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ ആവശ്യം കൂടി കൃത്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലുള്ള സംവിധാനങ്ങളെ ശാക്തീകരിച്ച് ഭീകരതയ്ക്കെതിരായ ധനസഹായവും ഭീകരതയ്ക്കായി ധനസഹായം നൽകുന്നതും ഭീകരതയ്ക്ക് വേണ്ടി മയക്കുമരുന്ന് കച്ചവടവും ആയുധക്കടത്തുമെല്ലാം നടത്തുന്ന വിഷയങ്ങളെല്ലാം തന്നെ പരാമർശിക്കപ്പെടുന്ന ഒരു നിലപാട് ഭാരതം സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഒരു മുഖം തുറന്നു കിട്ടിയിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം. അത്തരത്തിൽ തുറന്നു കിട്ടിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു മുഖം ലോകത്തിന്റെ ഒരു ലോക സമൂഹത്തിന്റെ ഒരു പ്രത്യേക ഐഡന്റിറ്റിയുള്ള വിഭാഗത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യത തീർച്ചയായും ഭാരതത്തിനുണ്ട്. അത് മുന്നോട്ട് വയ്ക്കുക തന്നെയാണ് ചെയ്യുക. മറ്റു നിരവധിയായ ഉഭയകക്ഷി ചർച്ചകളും സമാനമായി നടക്കുമെന്ന സൂചനകളുണ്ട്. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നുവെങ്കിൽ കൂടി ട്രംപ് സമ്മേളന പരിപാടികൾ വെട്ടിച്ചുരുക്കി തിരിച്ച് അമേരിക്കയിലേക്ക് പോയൊരു സാഹചര്യമുണ്ട്. ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ട്രംപുമായി ഏതെങ്കിലും രീതിയിൽ ടെലിഫോണിലോ അല്ലെങ്കിൽ അനുബന്ധമായ സംവിധാനങ്ങളിലോ ചർച്ച നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിൽ കൂടി അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭാരതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭീകരവിരുദ്ധ നിലപാടുകളും അതുപോലെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിരിക്കും അതൊരു അന്താരാഷ്ട്രീയ നിലപാടായി സ്വീകരിക്കുക. മറ്റ് സുപ്രധാന വിഷയങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളുടെയും ഒരു മികച്ച കേന്ദ്രമായി മാറാൻ അല്ലെങ്കിൽ ഒരു ഹബ്ബായി മാറാൻ ഭാരതം ശ്രമിക്കുന്നു എന്നതും ആ ഭാരതം അതിനുള്ള എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തുന്നു നമുക്കറിയാവുന്നതാണ്. 7ഓളം സെമി കണ്ടക്ടർ ഫാക്ടറികൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നിരവധിയായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വൻതോതിൽ മുന്നേറുന്ന ഒരു നീക്കമാണ് ഭാരതം നടത്തുന്നത്. ആ ഒരു രീതിയിലുള്ള കൃത്യമായ അവതരണങ്ങളും ഡിജിറ്റൽ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഡിജിറ്റൽ ഭരണത്തിന്റെ കാര്യങ്ങൾ ഡിജിറ്റൽ വൽക്കരണത്തിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഭാരതം പ്രത്യേകം ഊന്നൽ നൽകി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തുമുള്ള പരസ്പര സഹകരണവും അതുപോലുള്ള നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും നടക്കുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. ഓക്കെ, ശരി ഐസൺ, തിരിച്ചു വരാം കൂടുതൽ വിവരങ്ങൾക്കായി. ഏതായാലും പക്ഷേ ഇപ്പോൾ ഐസൺ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് തിരിച്ചു പോയിട്ടുണ്ട് G7 ഉച്ചകോടിയിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന പ്രസ്താവനയോട് G7 പ്രസ്താവനയോട് അതിലൊപ്പിടാൻ വിസമ്മതിച്ചുകൊണ്ടാണ് US പ്രസിഡന്റ് തിരിച്ചുപോയത് എന്ന കാര്യവും ഉണ്ട്. ഏറ്റവും പുതിയ ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണെങ്കിൽ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഭാരതീയർക്കായി കൺട്രോൾ റൂമുകളും ഹെൽപ്പ് ലൈനുകളും ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ വിദേശകാര്യ മന്ത്രാലയം ടോൾ ഫ്രീ നമ്പറൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ആ നമ്പറുകളിൽ ഒന്ന് ശ്രദ്ധ വയ്ക്കുക. വാട്സപ്പ് നമ്പറുണ്ട്. ഇമെയിൽ വഴിയുമൊക്കെയും സഹായം ആവശ്യപ്പെടാവുന്നതാണ് എന്ന കാര്യം. മറ്റൊന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മധ്യേഷ്യയിൽ കൂടുതൽ US സേനാ വിന്യാസം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS നിമിറ്റ്സ് മധ്യേഷ്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. മറ്റ് രാജ്യങ്ങളും ഇസ്രയേലിൽ നിന്ന് ഒഴിയാനും ഇറാനിൽ നിന്ന് ഒഴിയാനും ഒക്കെ അവരുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഭാരതീയരായ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും ഒക്കെയും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതേസമയം വടക്കൻ ഇസ്രയേൽ സുരക്ഷിതമാണ് എന്ന് ഇസ്രയേൽ അറിയിക്കുന്നു. അവിടെ ഈ ബങ്കറുകളിൽ ഉള്ളവരോടൊക്കെ വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭയകേന്ദ്രങ്ങളിൽ ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ വീടുകളിലേക്ക് മടങ്ങാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ പ്രകോപനം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ ടെൽ അവീവിലേക്ക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ ശ്രമിക്കുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തുനിന്നൊരു അസാധാരണ നീക്കം ഉണ്ടായത്. അമേരിക്കയുമായി ചർച്ചകൾ നടത്തി അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഇറാനോട് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം നമുക്കറിയാം ഏതൊരു യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോഴും ലോകരാജ്യങ്ങളെ അത് വലിയ തോതിൽ സമാധാനപരമായി മാത്രമല്ല സാമ്പത്തികമായി കൂടി ബാധിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇറാൻ എന്ന രാജ്യം ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമെന്ന രീതിയിൽ ഏത് തരത്തിലാണ് അത് ബാധിക്കുന്നത് എന്നുള്ളത് വളരെ നിർണായകമാണ്. നമുക്ക് ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം, വിദേശകാര്യ വിദഗ്ധൻ. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. ഡോക്ർ മോഹൻ വർഗീസ്, നമുക്ക് ഈ യുദ്ധം തുടങ്ങുന്ന സാഹചര്യം അല്ലെങ്കിൽ സമാന സാഹചര്യം തുടങ്ങുമ്പോൾ തന്നെ എണ്ണ വിപണി ആകെ ക്രൂഡ് ഓയിൽ വിലയൊക്കെ കുതിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്.
ഇതെങ്ങനെ ലോകരാജ്യങ്ങളെ ബാധിക്കും, ലോകത്തെ ആകെ സാമ്പത്തികാവസ്ഥയെ ബാധിക്കും? വീണ, ഇപ്പോഴും ലോകത്തിൻ്റെ പ്രധാന ഊർജ ഉപാധി ഹൈഡ്രോ കാർബണാണ്. ഒരുപക്ഷെ റിന്യൂവബിൾ എനർജി എന്ന രൂപത്തിൽ പല രീതിയിലുള്ള പുതിയ സങ്കേതങ്ങൾ വരുന്നു. ആണവ എനർജി ഉണ്ടാകുന്നു, അതുപോലെ പാരമ്പര്യേതര ഊർജ്ജ ഉപാധികൾ വരുന്നു. പക്ഷേ എണ്ണ തന്നെയാണ് പ്രധാനപ്പെട്ട ഊർജ്ജ ഉപാധി. അങ്ങനെയെങ്കിൽ അതിൻ്റെ സിംഹഭാഗവും കടന്നു വരേണ്ടത് പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ സൗദി അറേബ്യയ്ക്കും ഇറാനുമുള്ള സ്ഥാനം വളരെ വലുതാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമുള്ള വലിയ എണ്ണ നിക്ഷേപത്തിൻ്റെ കാര്യം വിസ്മരിച്ചും കൂടാ. അപ്പം അങ്ങനെ വരുമ്പോൾ മധ്യ പൗരസ്ത്യ പ്രദേശത്ത് നിന്ന് 2 കടലുകളിലൂടെയാണ് എണ്ണ നീക്കം പ്രധാനമായി ഉണ്ടാകേണ്ടത്. അതിലൊന്ന് ഈ ഒമാൻ ഉൾക്കടൽ, അതായത് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഒമാൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്ന ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ആ പ്രദേശം നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇറാൻ്റെ നാവിക സാന്നിധ്യം അതിശക്തമാണ്. ആ പ്രദേശത്തെ ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും അമേരിക്കൻ താല്പര്യമുള്ള വെസൽസിനെ, അല്ലെങ്കിൽ യൂറോപ്യൻ, അമേരിക്കൻ, ഇസ്രായേലി ഷിപ്സിന് വലിയ നാശനഷ്ടം വരുത്തുകയും ചെയ്താൽ ഒരു രീതിയിലുള്ള എണ്ണ വ്യാപാരവും ആ ഭാഗത്തുകൂടി കടന്നു പോവില്ല. എണ്ണ കപ്പലുകൾക്ക്, ഓയിൽ ടാങ്കേഴ്സിന് ആ ഭാഗം പേർഷ്യൻ ഗൾഫ് വിട്ട് അറബിക്കടലിലേക്ക് ഇറങ്ങാനാവാത്ത ഒരന്തരീക്ഷമുണ്ടാകും. അത് ലോകത്തിൻ്റെ ആകമാന എണ്ണ ഉത്പാദനത്തിൻ്റെ ഏതാണ്ട് 20% ആ ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഒരു റെഡ് സീ മേഖലയാണ്, ചെങ്കടൽ മേഖല. അത് അറബിക്കടലിൽ നിന്നും ബാബൽ മന്ദേബ് എന്ന് പറയുന്ന കടലിടുക്ക് കടന്ന് അവിടെ ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശമാണ്. അത് യമനുമായി ജിബൂട്ടിയുമായും എല്ലാം അടുപ്പമുള്ള ആ ഒരു പ്രദേശമാണ്. ഒരു കുപ്പിക്കഴുത്ത് പോലെയുള്ള ബാബൽ മന്ദേബിൻ്റെ സുരക്ഷയും വളരെ പ്രധാനമാണ്. അവിടെ കൂടാണ് ലോക വ്യാപാരത്തിന്, ആകമാന എണ്ണ മാത്രമല്ല ആകമാന വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 20% കടന്നു പോകുന്നത്. അതുവഴി കടന്ന് സൂയസ് കനാൽ കടന്ന് മധ്യധരണ്യാഴിയിലേക്ക്, അതായത് മെഡിറ്ററേനിയൻ കടലിലേക്ക് കടന്നുകൊണ്ടാണ് ദക്ഷിണ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റ് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കും എല്ലാം കടക്കുന്നത്. ഈ എണ്ണ വ്യാപാരം പൂർണ്ണമായി അട്ടിമറിക്കാൻ ഒരുപക്ഷെ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ സാധിക്കും. ഇത് അറബ് രാജ്യങ്ങൾ മാത്രമല്ല, എണ്ണ ഉത്പാദക രാജ്യങ്ങൾ മാത്രമല്ല, ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള നെറ്റ് എണ്ണ ഉപഭോഗ രാജ്യങ്ങളും അതാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഓയിൽ വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഭീതിതമായ രീതിയിൽ ഉയരുകയാണ്. $75 മാറുകയാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത്, അതിന് മുൻപ് $62 ഒരു വീപ്പയ്ക്ക് 142 ലിറ്റേഴ്സ് അടങ്ങുന്ന ഒരു ബാരൽ, അതിൻ്റെ വില ഭീതിതമായ രീതിയിൽ കൂടുകയാണ്. ആ ഒരു സാഹചര്യം പിടിവിട്ട് പോവുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ വരും. ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. നമ്മുടെ നാണ്യപ്പെരുപ്പം ഉയരുകയും വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാവുകയും എല്ലാം തന്നെ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഫർദർ എസ്കലേഷനിലേക്ക് പോകാതിരിക്കുകയും, പ്രത്യേകിച്ച് ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ആക്രമണ വിധേയമാവുന്നു. ഇറാനിൽ നിന്നും ഒരു രീതിയിലുള്ള എണ്ണ കച്ചവടവും യുദ്ധസമയത്ത് നടക്കില്ല എന്നറിയാമല്ലോ. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ എണ്ണ സംഭരണശാല ഹൈഫയിലുള്ള, അത് ടെലവീവിന് വടക്കുള്ള സ്ഥലമാണല്ലോ ഹൈഫ, തുറമുഖ നഗരം കൂടിയാണ്. അവിടുത്തെ എണ്ണ സംഭരണശാലയിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും സാമ്പത്തിക താല്പര്യങ്ങൾ ഇൻവോൾവ് ആകുന്ന മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് എണ്ണ പ്രകൃതിവാതക പാടങ്ങളിലേക്കും അതുപോലെ സംഭരണ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചു കഴിഞ്ഞാൽ എണ്ണ ദൗർലഭ്യം ഭീതിതമായ രീതിയിൽ ലോകത്തെ ഹൈഡ്രോകാർബൺ ദാരിദ്ര്യമുണ്ടാകും. അത് വലിയ രീതിയിലുള്ള കലാമിറ്റീസിലാണ് കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമെല്ലാം ആ സംഘർഷ മേഖലയിൽ നിന്നും വളരെ മാറി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷേ പ്രമുഖ ഉത്പാദക രാജ്യങ്ങളായ സൗദി അറേബ്യയ്ക്കും UAEക്കും കുവൈറ്റിനും ഒന്നും തന്നെ കാര്യമായ എണ്ണ ഉത്പാദനവും വിതരണവും സുഗമമായി നടത്താനാവാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വരും. അതുകൊണ്ട് ദീർഘമായി തുടരുന്ന യുദ്ധം അങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് ഇസ്രായേൽ ഹമാസ് സംഘർഷം പോലെ ലഘുവായി കാണാനാവാത്ത ഒരന്തരീക്ഷത്തിൽ ലോക വിപണികളെ വളരെ വളരെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പെട്ടെന്ന് തന്നെ സമാധാനത്തിലേക്ക് പോകണം, സമാധാന ചർച്ചകൾ ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും ശക്തമായി ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ അടുത്ത കാലത്ത്, ഒരു പക്ഷേ പതിറ്റാണ്ടുകളായി നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ
ആക്രമണം, ഇവരുടെ ബന്ധം വഷളായി നിൽക്കുന്നതൊക്കെ വിവിധ സമയങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതും ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ചർച്ച ചെയ്തു വരുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ഇത് തുടങ്ങിയത് എപ്പോഴാണ്? സൈനികമായ അടക്കം ഇവർ തമ്മിൽ സഹകരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ എങ്ങനെയാണ് ഇവരുടെ ബന്ധം ഇത്ര കണ്ട് വഷളായി? ഇതിൻ്റെ ചരിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 1948 ഇസ്രയേൽ രൂപീകൃതമാകുമ്പോൾ അറബി രാജ്യങ്ങൾ, ചുറ്റുപാടുമുള്ള അറബി രാജ്യങ്ങൾ, സൗദി അറേബ്യ, ലെബനൻ, അതുപോലെ ജോർദാൻ, ഈജിപ്റ്റ് എന്ന ശക്തമായ രാജ്യം, സിറിയ, ഇറാഖ്, ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രയേലിനെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇസ്ലാമിക ലോകത്ത് നിന്ന് ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നായി ഇറാൻ മാറുകയാണ്. അന്ന് ഇറാൻ്റെ ഭരണകൂടം ഷാ പഹലവി രണ്ടാമൻ നയിക്കുന്ന ഭരണകൂടം, അത് അമേരിക്കയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന, പാശ്ചാത്യ ലോകത്തിൻ്റെ രീതികൾ പകർത്തുന്ന, വലിയ പുരോഗമന ആശയങ്ങളുള്ള, കവിതയും സാഹിത്യവും സാംസ്കാരികമായ വലിയ രീതിയിലുള്ള വിസ്ഫോടനവുമുള്ള ഒരു രാജ്യമെന്ന നിലയിലാണ്, വളരെ പുരോഗതി ഉള്ള ഒരു രാജ്യമെന്ന നിലയിലാണ് ഇറാനെ അറിയപ്പെട്ടിരുന്നതും. ലോകത്തിൻ്റെ ഫാഷൻ തലസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ടെഹ്റാൻ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ എന്നതാണ് കാലഘട്ടം. അത് 1979 ആ കാലഘട്ടം അവസാനിക്കുകയാണ്. ഇറാനിൽ ഈ അസംതൃപ്തി പുകയുന്നുണ്ടായിരുന്നു. റിലിജിയസ് ക്ലറിക്സ്, മതപണ്ഡിതന്മാർ, അതുപോലെ മതമേലധ്യക്ഷന്മാർ, അവരെല്ലാം ഇങ്ങനെയുള്ള തുറന്ന ഒരു പോക്കിനോട് ആ ജനത, ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ഇറാനിയൻ ജനത, ആ ജനതയെ മറ്റൊരു രീതിയിലേക്ക് റീഓറിയൻറ്റ് ചെയ്യണം എന്ന ഒരാഗ്രഹം ജൈവികമായി ഇറാനുള്ളിൽ രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി ഇറാനിയൻ വിപ്ലവമുണ്ടായി. അങ്ങനെ അയത്തുള്ള ഖൊമൈനി നയിച്ച വിപ്ലവം, ആ വിപ്ലവത്തിലൂടെ ഷാ ഗവൺമെൻറ് പുറത്താക്കപ്പെടുകയാണ്. അമേരിക്കൻ എംബസി ആക്രമിക്കുന്നു, അമേരിക്കൻ എംബസിയിലെ ജീവനക്കാരെ തടഞ്ഞു വയ്ക്കുന്നു. വലിയ നയതന്ത്രപരമായ പ്രശ്നങ്ങളായി അമേരിക്കയ്ക്ക് ഇറാൻ വിടേണ്ടി വരുന്നു. അന്ന് മുതൽ തന്നെ ഇറാൻ്റെ പൊളിറ്റിക്കൽ DNA, സോഷ്യൽ ഫാബ്രിക് എല്ലാം തന്നെ മാറി മറിയുകയാണ്. ശക്തമായ അമേരിക്ക വിരുദ്ധവും ശക്തമായ ജൂതവിരുദ്ധവുമായ ഒരു നിലപാടിലേക്ക് ഇറാൻ മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ തന്നെ ഭൗമരാഷ്ട്രീയത്തിൽ ആ മേഖലയിലെ രാഷ്ട്രീയം തന്നെ മാറി മറിയുകയാണ്. ആ സമയത്ത് പോലും പാലസ്റ്റീനിയൻ കോസ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അറബ് രാജ്യങ്ങളാണ്. അവർ തമ്മിലുള്ള അറബി ലോകത്തെ ഒരു പ്ലൂറാലിറ്റി, അതായത് ഈജിപ്തും സിറിയയും തമ്മിലും, സിറിയയും ടർക്കിയും തമ്മിലും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യോജിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞു. പല പ്രാവശ്യം ആക്രമണം നടത്തി. 1948 ഇസ്രായേൽ രൂപീകരണ സമയത്ത്, 1956, 1967 7 days 6 days വാർ, അതിനുശേഷം 1973 അന്തിമമായ അവസാന യുദ്ധം. ഈ യുദ്ധങ്ങളിലൊന്നും തന്നെ ഇസ്രായേലിനെ ഫിനിഷ് ചെയ്യാൻ, അവസാനിപ്പിക്കാൻ, ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നോർക്കണം. അത് വലിയ രീതിയിലുള്ള പോരായ്മ. ആ സമയത്തൊക്കെ തന്നെ ഇറാൻ്റെ നിലപാട് ഇസ്രയേലിനോട് ഒരു മൃദു സമീപനമായിരുന്നു, സൗഹൃദമായിരുന്നു. എന്നാൽ അറബ് ലോകം പിന്നീട് പലസ്തീനിയൻ കോസ് വാചക കസരത്തിൽ മാത്രം ഒതുക്കുകയും അതിൽ നിന്നും പതിയെ പിന്മാറുകയും ഇസ്രയേലിനോട് സന്ധി ചെയ്തുകൊണ്ട് അബ്രഹാമിൻ്റെ പേരിൽ അബ്രഹാമിക കരാറുകൾ എന്ന രൂപത്തിൽ എബ്രഹാമിക് അക്കോർഡുകൾ ഓരോരോ രാജ്യങ്ങളായി ഒപ്പിടുകയും, സൗദി അറേബ്യ ഇസ്രയേലുമായി കരാർ ഒപ്പിടുന്ന ഒരു സമാധാന കരാറാണ്, സഹകരണ കരാറാണ് ഒപ്പിടുന്ന ഘട്ടത്തിലാണ് ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതും അവിടുത്തെ ഭൗമരാഷ്ട്രീയം ചൂടുപിടിക്കുന്നതും. അന്ന് മുതലാണ് ഇറാൻ നേരിട്ട് ആക്റ്റീവായി ഇസ്രായേലിനെതിരെ തിരിയുന്നത്. അതുമുതൽ തന്നെ ഇസ്രായേലിനെ എൻസർക്കിൾ ചെയ്യുന്ന പോളിസി ഉണ്ടായിരുന്നു. അതൊരു ടെൻറ്റക്കിൾ എന്ന രീതിയിൽ, ഒരു ഒക്ടോപ്പസിൻ്റെ ടെൻറ്റക്കിൾസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ കരങ്ങൾ എന്ന രീതിയിൽ ഹമാസിനെ വളർത്തിയെടുക്കുകയും ഗാസയിൽ ഹിസ്ബുള്ളയെ വലിയ രീതിയിൽ സഹായിച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ സൃഷ്ടിച്ച് വളർത്തി. അത് ലെബനനിൽ, അതുപോലെ ഹൂതി വിമതരെ സൃഷ്ടിച്ചുകൊണ്ട് യമനിൽ, അതുപോലെ ഷിയ മിലിഷ്യകളെ സിറിയയിലും ഇറാഖിലും വിന്യസിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ വലിയ ഒരു പോർമുഖം, അദൃശ്യമായ പോർമുഖം തുറക്കുകയും ഇസ്രയേലിനെ ഞെരുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇറാനാണ്. അതിലെ അറബ് രാജ്യങ്ങൾക്ക് പങ്കില്ല. അതിൽ പല ഷിയ മിലിഷ്യകളുണ്ട്, അതിൽ സുന്നി വിഭാഗങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ ഇറാൻ്റെ ഫണ്ടിങ്ങിലാണ് നടന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പാലസ്റ്റീൻ കോസ് അറബികളിൽ നിന്നും അറബ് രാജ്യമല്ലാത്ത എന്നാൽ മുസ്ലിം രാജ്യമായ ഇറാൻ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് തങ്ങളുടെ ഒരു സിവിലൈസേഷണൽ യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ മുസ്ലിങ്ങളുടെയും സംരക്ഷണ ചുമതല
തങ്ങളുടെ ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബ് ലോകത്തിന് കഴിയാത്തത് ഇതാ അറബികളല്ലാത്ത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അമേരിക്ക വിരുദ്ധ ജൂതവിരുദ്ധ പോരാട്ടത്തിൻ്റെ കുന്തമുനയായി ഇറാൻ മാറുകയാണ്. അതിൻ്റെ കേന്ദ്രബിന്ദുവായി അയത്തുള്ള അലി ഖൊമേനി എന്ന അയത്തുള്ള എന്ന് പറയുന്ന റിലീജിയസ് ഹെഡാണ്. അപ്പോൾ റിലീജിയസ് പവേഴ്സ്, പൊളിറ്റിക്കൽ പവേഴ്സ്, ടെമ്പറൽ പവേഴ്സ്, ഓൾ പവേഴ്സ് കൺവേർജ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വൺ പേഴ്സൺ കോൾഡ് അയത്തുള്ള അലി ഖൊമേനി. ആ ഒരു വ്യക്തിയാണ് ദീർഘകാലമായി ഇറാൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ വന്ന മാറ്റം അതിഭയങ്കരമായ മാറ്റമാണ്. കഴിഞ്ഞ ഒരു 46 വർഷമായി ഇറാൻ വിപ്ലവത്തിന് ശേഷം ഘട്ടം ഘട്ടമായി ആഴത്തിൽ വേരോടിയ ഒരു സംവിധാനം. ആ സംവിധാനം എന്ന് പറയുന്ന വിവിധ ലെയറുകളുള്ള ഒരു സംവിധാനമാണ് വീണ. ആ ലെയറുകളിൽ സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളെ തീരുമാനിക്കുന്നത് മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, മറിച്ച് രാഷ്ട്രീയ അല്ലെങ്കിൽ ആധ്യാത്മിക നേതൃത്വത്തോട് വ്യക്തിപരമായി കൂറ് പുലർത്തുന്നവരെ മാത്രമേ ചോയ്സസ് പൊസിഷൻസിൽ സ്ഥാപിക്കൂ. അങ്ങനെയുള്ള 2 പേരെയാണ്, അതായത് IRGC ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവനെയും അതുപോലെ സർവ്വസൈന്യാധിപനെയും ഇസ്രായേൽ ആക്രമണത്തിൽ വധിക്കപ്പെട്ടു. പുതിയ ആളുകളെ നിയമിക്കേണ്ടി വന്നു. അതുപോലെ ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നതും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിലും ശരി, അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് ആണെങ്കിലും ശരി, പ്രതിഷ്ഠിക്കുന്നതും മതനേതൃത്വത്തിന് അഭിമതരായ ആളുകളെയാണ്. ഇറാനിലെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യമാണെന്നൊക്കെ പുറമെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതൃത്വം അംഗീകാരം കൊടുക്കണം സ്ഥാനാർത്ഥികൾക്ക്. ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ പരിഷ്കരണവാദികളും അതുപോലെ തന്നെ മതവാദികളുമുണ്ട്. അതുകൊണ്ട് യാഥാസ്ഥിക മതവാദികളും പരിഷ്കരണവാദികളും തമ്മിലുള്ള പോരാട്ടമാണ് പലപ്പോഴും നടത്തുന്നതെന്ന് തോന്നാമെങ്കിലും പരിഷ്കരണവാദിയായ പെസഷ്കിയാൻ എന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജയിച്ചു വരുമ്പോഴും യഥാർത്ഥത്തിൽ ആത്യന്തിക നിയന്ത്രണം അയത്തുള്ള അലി ഖൊമേനിക്ക് തന്നെയാണ്. ആ സംവിധാനം പ്രവർത്തിക്കുന്നത് തന്നെ ജൂതവിരോധത്തിലും അമേരിക്ക വിരോധത്തിലും അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ്. ആ ഒരു പ്രവർത്തനം വലിയ രീതിയിലാണ് അറബി രാജ്യങ്ങളെ, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിന് തെക്കുള്ള സൗദി അറേബ്യയും ഒമാനും പിന്നെ അതുപോലെ UAEയും പോലെയുള്ള ഖത്തർ, ഈ രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ്. കാരണം ഇറാൻ ഒരു വലിയ ശക്തിയാണ്. ആണവമായി ഇറാൻ നീങ്ങുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ മാത്രമല്ല അറബി രാജ്യങ്ങൾക്കെതിരെയും നീങ്ങാം. അറബികളും നോൺ അറബ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, ഷിയ സുന്നി ഡിഫറൻസ് ഉണ്ട്. ഇറാൻ ലോകത്തെ പ്രധാനപ്പെട്ട ഷിയ രാജ്യമാണ്. സൗദി അറേബ്യ സുന്നി ഹൃദയഭൂമിയാണ്. അപ്പോൾ ഷിയ സുന്നി കോൺഫ്ലിക്റ്റും അറബ് നോൺ അറബ് കോൺഫ്ലിക്റ്റും സിവിലൈസേഷൻ കോൺഫ്ലിക്റ്റും എല്ലാം തന്നെ ഇസ്ലാമിക ലോകത്ത് പരസ്പരം സംഭവിക്കുന്നു. അത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഗൾഫ് പ്രദേശത്തെ ഏതാണ്ട് എല്ലാ അറബി സുന്നി രാജ്യങ്ങളുമായും സാമാന്യം നല്ല ചങ്ങാത്തത്തിലാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കഴിഞ്ഞ മാസത്തെ വിസിറ്റ് ആ പ്രദേശത്തേക്ക് സൗദി അറേബ്യയിൽ വിസിറ്റ് ചെയ്തപ്പോൾ സൽമാൻ രാജകുമാരൻ അദ്ദേഹം പുരോഗമനവാദിയായ ഒരു പുതിയ നേതൃത്വം കൂടിയാണ്. ട്രംപിനെ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വന്ന് വലിയ കരാറുകളുമായിട്ടാണ് ട്രംപ് തിരിച്ചു പോയത്. പലപ്പോഴും മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് ഓർക്കണം. അപ്പോൾ ഖത്തറിൽ ഉൾപ്പെടെ ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ ട്രംപ് നടത്തിയ ആ സന്ദർശനം വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവരാരും തന്നെ സാങ്കേതികമായി പറയുമ്പോൾ ശക്തമായ ഇസ്രായേൽ വിരോധം മനസ്സിൽ കൊണ്ടു നടക്കുന്ന രാജ്യങ്ങളല്ല. പക്ഷേ നിരന്തരം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന പ്രമേയങ്ങൾ GCCയും അറബ് ലീഗും OIC ഇതെല്ലാം ഓർഗനൈസേഷൻ ഇസ്ലാമിക് കോൺഫറൻസും എല്ലാം പാസ്സാക്കും. അത് അവരുടെ ഒരു രീതിശാസ്ത്രമാണ്. കാരണം ഒരു ജൂതവിരോധത്തിൽ മാത്രമേ അവിടുത്തെ ആഭ്യന്തരമായ രാഷ്ട്രീയം മുന്നോട്ട് പോകൂ എന്നതുകൊണ്ട് സാങ്കേതികമായി കുഴപ്പമില്ലാത്ത ചില പ്രയോഗങ്ങളിലാണ് അറബ് ലോകം. പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടത് തങ്ങളുടെ ദൗത്യമാണ്. അതിന് അറബികൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഇറാനാണ്. അതുകൊണ്ട് ഇസ്രായേൽ വലിയ സുരക്ഷാ ഭീഷണി ഇറാനിൽ നിന്ന് നേരിടുന്നു. അത് ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ചു. അതുകൊണ്ട് ചരിത്രപരമായ വലിയ സൗഹൃദമുണ്ടായിരുന്ന ഇസ്രായേലും ഇറാനും ഇന്ന് ആ മേഖലയിലെ വൻ ശക്തികളാണ്. ലോകത്തെ 15ാമത്തെ വലിയ മിലിറ്ററി പവറാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം. 16ാമത്തെ വലിയ സൈനിക ശക്തിയാണ് ഇറാൻ എന്ന് ഓർക്കണം. അപ്പോൾ ഇറാനും ഇസ്രായേലും ഏതാണ്ട് തുല്യ ശക്തികളാണ്. എയർഫോഴ്സിൻ്റെ കാര്യത്തിൽ മാത്രം ഇസ്രായേലിന് മേധാവിത്വമുണ്ട്. കാരണം ആധുനിക വിമാനങ്ങൾ ഇസ്രായേലിനുണ്ട്. പക്ഷേ മിസൈൽ കാര്യങ്ങളിലൊക്കെ ഇറാനും വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ മേഖലയാകെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മധ്യ പൗരസ്ത്യ പ്രദേശത്തിൻ്റെ
ആകമാനമായ സന്തുലിത അവസ്ഥയെ അട്ടിമറിക്കാൻ പര്യാപ്തമാണിത്. ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ ഇത് കൈവിട്ടു പോയാൽ ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ ചൈനയും റഷ്യയും ഒക്കെ ഇറാൻ അനുകൂലമായി രംഗത്ത് വരികയും അമേരിക്ക ഉറപ്പായി ഇസ്രായേൽ അനുകൂലമായി രംഗത്ത് ഇപ്പോൾ തന്നെ ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കൈവിട്ടു പോകുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് പോലും വഴിമരുന്നിടാവുന്ന രീതിയിൽ ഈ പ്രശ്നം വളരാൻ സാധ്യതയുള്ളതുകൊണ്ട് സമാധാന നീക്കങ്ങൾ വളരെ പ്രത്യേകം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ചരിത്രപരമായ സുഹൃത്തുക്കൾ ഇപ്പോൾ അതിശക്തരായി എനിമീസായി നിതാന്ത ശത്രുക്കളായി മാറിയിരിക്കുന്നത് ലോകം അമ്പരപ്പോടെ കണ്ടു നിൽക്കുകയാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ തൊടുത്തുവിടുന്ന ഈ മിസൈലുകളെല്ലാം തന്നെ ഒന്നുകിൽ ഇറാഖ് അല്ലെങ്കിൽ ജോർദാൻ കടന്നു വേണം ഇസ്രായേലിലെത്താൻ, അല്ലെങ്കിൽ സിറിയ ജോർദാൻ കടന്നു വേണം എത്താൻ. അങ്ങനെയെങ്കിൽ ഈ മറ്റു രാജ്യങ്ങളുടെ നിലപാടുകളും ഈ വിഷയത്തിൽ വളരെ നിർണായകമല്ലേ? പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ, പശ്ചിമേഷ്യയിലെ മറ്റു രാഷ്ട്രങ്ങളുടെയും ഒക്കെ നിലപാടുകൾ നിർണായകമല്ലേ? എങ്ങനെയാണ് അവരുടെ ഒരു നിലപാട് ഈ ഘട്ടത്തിൽ? നോക്കൂ വീണ, ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തികളില്ല. ഇറാനിൽ നിന്ന് ഒരു മിസൈൽ ലോഞ്ച് ചെയ്താൽ അത് ഇറാഖിൻ്റെയും ജോർദാൻ്റെയും ആകാശത്തു കൂടി മാത്രമേ ഇസ്രയേലിൽ പതിക്കൂ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അല്ല എങ്കിൽ സിറിയയുടെ ആകാശമാർഗം അത് പതിക്കേണ്ടി വരും. അത് സാധ്യമാകണമെങ്കിൽ ആ രാജ്യങ്ങൾ കൂടി അവർ നിസ്സഹായരായി കണ്ടു നിൽക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ. പലപ്പോഴും ജോർദാൻ്റെ എയർ സ്പേസിൽ വെച്ച് തന്നെ ഇറാൻ്റെ മിസൈലുകൾ, അതായത് അയൺ ഡോം സംവിധാനം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ നിർവീര്യമാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. പക്ഷേ ഈ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ വളരെ ദുർബലമാണ്. പ്രത്യേകിച്ച് കാര്യമായി ഒന്നും തന്നെ ജോർദാനെക്കുറിച്ച് നമ്മൾ കേൾക്കാറില്ല. ഇറാഖിലെ ഇപ്പോഴത്തെ അവസ്ഥയും ഏറെക്കാലം ISISൻ്റെ കൈവശമായിരുന്നു ഇറാഖിൻ്റെ ഒരു പ്രദേശം, സിറിയയുടെ ഒരു പ്രദേശം. അതൊക്കെ മോചിതമായി അമേരിക്കൻ ആർമിയുടെയൊക്കെ ശക്തമായ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇറാനെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷിയ ജനതയാണ് ഇറാഖ് എന്ന രാജ്യത്തിൽ ഭൂരിപക്ഷമെന്നോർക്കണം. സദ്ദാം ഹുസൈൻ എന്ന നേതാവ് ഇറാഖ് ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരു സുന്നി നേതാവ് കൂടിയായിരുന്നു. പക്ഷേ സദ്ദാം ഹുസൈൻ്റെ സുന്നി കമ്മ്യൂണിറ്റി ഏതാണ്ട് 20-30% മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളത് പ്രധാനമായി 60%-ഓളം ഇറാഖി പോപ്പുലേഷൻ ഷിയ വിഭാഗക്കാരാണ് എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യമായ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ല. പക്ഷേ ഷിയ മിലിഷ്യകൾ ആക്റ്റീവാണ്. ഇപ്പോൾ ആകാശത്തിൽ യുദ്ധം നിയന്ത്രിക്കപ്പെടുമ്പോൾ അവർക്ക് കണ്ടു നിൽക്കാൻ ആകാശത്തുകൂടി ചീറിപ്പായുന്ന മിസൈലുകൾ, അവർക്ക് വളരെ ദൃഷ്ടിക്ക് കാണാത്ത രീതിയിൽ ഉയരത്തിൽ പറക്കുന്ന ഹൈപ്പസോണിക് മിസൈലുകൾ അല്ലെങ്കിൽ ശബ്ദാതിവേഗ മിസൈലുകൾ ഒക്കെ കണ്ടു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാനാവുന്നില്ല. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് ഇപ്പോൾ യുദ്ധം നിർത്തണമെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വെക്കാം എന്നല്ലാതെ ചിലരെല്ലാം കടുത്ത ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നു. പക്ഷേ ഇവരാരും തന്നെ യുദ്ധത്തിൽ ചേരാനുള്ള ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ടാണ് ഇറാൻ ആഹ്വാനം ചെയ്യുന്നത്, സൗദി അറേബ്യയോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ കടന്നു വരൂ, ഇപ്പോൾ ഇത് ഇസ്ലാമിനെതിരായ പോരാട്ടമാണ്, ജൂതരാഷ്ട്രം ഇസ്ലാമിക രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു, ആ നറേറ്റീവ്. പക്ഷേ ഈ യുദ്ധം മതപരമായ യാതൊരു ഒരു പരിപ്രേക്ഷ്യവും ഇതിന് കൽപ്പിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് ഒരു ലോക വ്യവസ്ഥയിൽ ഇസ്ലാമിക ലോകത്തിൽ തലയെടുപ്പോടെ നിൽക്കാനുള്ള ഇറാൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇറാൻ്റെ മോഹം, ആ മോഹം പൂവണിയാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇസ്ലാമിക ലോകം വിഘടിച്ച് നിൽക്കുകയാണ്. പൂർണ്ണമായി അവർ ആരോടും ഒപ്പമല്ല. അവർ ഇസ്രയേലിനോട് തത്വത്തിൽ സന്ധി ചെയ്ത് ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ യാതൊരു രീതിയിലും തർക്കമില്ലാതെ പോകുന്നു. 1973 ശേഷം 1973 ശേഷം ഇപ്പോൾ അരനൂറ്റാണ്ടായിരിക്കുന്നു. അത്രയും വർഷങ്ങൾ ഒരു യുദ്ധവുമില്ലാതെ അറബി ലോകവും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധവുമില്ലാതെ പോയി. 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് ഓർക്കണം, അത് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അമേരിക്കയിലെ ക്യാമ്പ് ഡേവിഡിൽ വെച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തും ഇസ്രയേലി പ്രധാനമന്ത്രി മെനച്ചും ബെഗിനും തമ്മിൽ ഒപ്പിട്ടതുകൊണ്ട് ആദ്യമായി അറബ് ലോകത്തെ ഒരു രാജ്യം ഇസ്രയേലുമായി സൗഹൃദത്തിലാകുകയാണ്. പിന്നീട് തുരുതുര രാജ്യങ്ങൾ ഇസ്രയേലി. ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പെയ്തൊഴിയാതെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കാലവർഷപ്പെയ്ത്തിൽ റിപ്പോർട്ട് ചെയ്തത് 23 മരണം, 111 വീടുകൾ പൂർണ്ണമായും 4081 വീടുകൾ ഭാഗികമായും തകർന്നു. സംസ്ഥാനത്ത് ഇതുവരെ 12 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 68 കുടുംബങ്ങളിലെ 224 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
മൺസൂൺ ശക്തമാകുമ്പോൾ സംസ്ഥാനത്തുണ്ടായത് കനത്ത നാശനഷ്ടം. ഇതുവരെ പെയ്ത മഴയിൽ 12 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 68 കുടുംബങ്ങളിലെ 224 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കാലവർഷത്തെ മരണങ്ങളുടെ കണക്കെടുത്താൽ 23 പേര് അപകടങ്ങളിൽപ്പെട്ട് മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 111 വീടുകൾ പൂർണ്ണമായും 4081 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ തീരദേശ മേഖലയിൽ കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൺസൂൺ കാലയളവിൽ കേരളത്തിൽ ശക്തമായ കടലാക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നു. മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറെ. ഇതിലും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന റവന്യൂ വിഭാഗത്തിൽ നിന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൂടുതൽ കൺട്രോൾ റൂമുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥർ ഏത് സാഹചര്യത്തിലും സന്നദ്ധരായിരിക്കണമെന്നാണ് വകുപ്പ് തലത്തിൽ നിന്നുള്ള അറിയിപ്പ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും. കാറ്റിന്റെ വേഗത 60 കിലോമീറ്റർ മുകളിലെത്തും. വിനോദസഞ്ചാര മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. കേരള തീരത്ത് ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശ്രീനന്ദ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീനന്ദ, നമുക്കിന്ന് കാസർഗോഡ് മാത്രം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന, യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകളുമുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്നിപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട്? സംസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യാതൊരുവിധ അലർട്ടും ഇതുവരെ തന്നെ നൽകിയിട്ടില്ല. എന്നാലും പുതിയ അലർട്ട് വരുന്ന മുറയ്ക്ക് അലർട്ടുകൾ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ അലർട്ടുകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ കേരള തീരത്ത് അതിശക്തമായ തിരമാലകൾക്കുള്ള സാധ്യതകൾ, തീരപ്രദേശങ്ങൾ തിരമാലകൾക്കുള്ള സാധ്യതകളുണ്ടെന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും നദികളിൽ ഇറങ്ങുന്നത് കുറയ്ക്കണമെന്നും നദീതീരങ്ങളിൽ പോകുന്നത് കുറയ്ക്കണമെന്നും ചൂണ്ടയിടുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യരുതെന്നുമുള്ള ഒരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ പഠന വകുപ്പും തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നുമുള്ള ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ നിർദ്ദേശം തെറ്റിച്ചു പോകുന്നത് കാരണം അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം കരുതൽ സ്വയം തന്നെ എടുക്കണമെന്ന് തന്നെയാണ് സമുദ്ര ഗവേഷണ പഠന വകുപ്പും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത്. എന്തായാലും ഈ അലർട്ടുകളൊക്കെ തന്നെ നിലനിൽക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. വരും മണിക്കൂറിൽ ശക്തമായ കാറ്റുണ്ടാകാനുള്ള ഒരു സാധ്യത പ്രവചനത്തിലുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇന്ന് വീണ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയിൽ അവധിയാണ്. കണ്ണൂർ ജില്ലയിലോ മറ്റ് ജില്ലകളിലോ അവധിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഈ ഒരു തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുമുള്ള മറ്റ് നിർദ്ദേശങ്ങൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ഓക്കെ, ശരി ശ്രീനന്ദ. അംഗം മുറുകുന്നു. നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. 3 ആഴ്ചയിലേറെ നീണ്ട പരസ്യപ്രചാരണങ്ങൾക്കാണ് ഇന്ന് സമാപനമാവുക. വ്യാഴാഴ്ചയാണ് പോളിംഗ്. 23-ന് ഫലമറിയാം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം വലിയ സന്നാഹങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്. പക്ഷേ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിനോളം, നിയമസഭാ തെരഞ്ഞെടുപ്പിനോളം വലിയ സന്നാഹങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും വിലയിരുത്തലുകളേറെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന രീതിയിൽ ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ വിലയിരുത്താം ഈ പ്രചരണ നാളുകൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ പോരാട്ടം, അതിൻ്റെ പരസ്യ പ്രചാരണം ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടെ അവസാനിക്കാൻ പോവുകയാണ്. 3 ആഴ്ചകളോളം നീണ്ടുനിന്ന ആ ഒരു പ്രചാരണം അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. വൈകിട്ട് വിവിധ മുന്നണികൾക്ക് ഈ നിലമ്പൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൊട്ടിക്കലാശത്തിനോടനുബന്ധിച്ച് അവർക്ക് സ്ഥലങ്ങളും മറ്റുമൊക്കെ ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. ഏതായാലും നിലമ്പൂരിലെ പോരാട്ടത്തെ നമ്മൾ ആദ്യാവസാനം വിലയിരുത്തുമ്പോൾ വാശിയേറിയ
പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വലിയ ഇനിയുള്ള വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 19-ാം തീയതി വ്യാഴാഴ്ചയാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നത്. ആ 19-ന് അവർ പോളിംഗ് ബൂത്തിലേക്ക് കടന്ന് 23-ന് ഫലം വരുമ്പോൾ എന്താണ് നിലമ്പൂർ ജനതയുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് അന്ന് വ്യക്തമാവും എന്നുള്ളതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യ അവസാനം, അതായത് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നിരവധി വിവാദങ്ങളായിരുന്നു ഉയർന്നത്. ഒന്ന് നമുക്കറിയാം, ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഇടതുപക്ഷ MLA PV അൻവർ ഈ പിണറായി വിജയനോടും സർക്കാരിനോടൊക്കെ തെറ്റിക്കൊണ്ട് സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയൊക്കെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടാണ് രാജിവെക്കുന്നത്. ആ രാജിക്ക് ശേഷവും നിരന്തരം അൻവർ കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പിണറായി സർക്കാരിനെതിരെയും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അതിന് പിന്നാലെ ഈ അൻവർ വലതുപാളയത്തിലേക്ക് കോൺഗ്രസിലേക്ക് പോകുമെന്നൊക്കെ UDF-ലേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് UDF-ലേക്ക് ഈ അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് പോയില്ല എന്ന് മാത്രമല്ല, പിന്നീട് അൻവർ സ്വന്തം നിലയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം തന്നെ ഇടത് വലത് മുന്നണികൾ, വലതുപക്ഷം ആര്യാണു ഷൗക്കത്തിലൂടെ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങി. തൊട്ടു പിന്നാലെ M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷവും ഈ പ്രചാരണ രംഗത്ത് ഇറങ്ങുകയായിരുന്നു. അതിനപ്പുറം BJP സ്ഥാനാർത്ഥി ആരായിരിക്കും, NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതായിരുന്നു വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. അതേതായാലും മലയോര ജനതയെ പ്രതിനിധീകരിക്കുന്ന മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയിലൂടെ കൃത്യമായിട്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ BJP ഒരു സന്ദേശം നൽകുന്നതായി മാറി അവരുടെ ആ ഒരു സ്ഥാനാർത്ഥിത്വം, അല്ലെങ്കിൽ മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രചാരണം ആരംഭിച്ച ആദ്യഘട്ടങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും അൻവറുമൊക്കെ നിരന്തരം വിവാദങ്ങളിലായിരുന്നു. അതായത് നിലമ്പൂരിൽ നിരവധി ജനകീയ വിഷയങ്ങളുണ്ടായിട്ടും അത്തരം വിഷയങ്ങളൊന്നും ആയിരുന്നില്ല മണ്ഡലത്തിൽ ചർച്ചയായത്. ആദ്യം മലപ്പുറം എന്ന പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും തർക്കങ്ങളും അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാൻ UDF നോക്കിയത്, ഇടതുപക്ഷം നോക്കിയത്, ഒപ്പം അൻവർ നോക്കിയത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിന് പിന്നാലെയാണ് ഈ ഇടതുപക്ഷം PDPയുടെ കൂട്ടുചേരുകയും അതുപോലെ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം കൂട്ടുചേരുകയും ചെയ്തത്. അതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ മറ്റൊന്നും പറയാനില്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും അതിപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലും ഈ കോൺഗ്രസും UDF-ഉം ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശുന്നതും അതുപോലെ തന്നെ ഇടതുപക്ഷം PDPയെ വെള്ളപൂശുന്നതും ഒക്കെ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ് എന്നുള്ളതാണ്. ഇതിനപ്പുറം NDA സ്ഥാനാർത്ഥി അല്ലെങ്കിൽ NDA പ്രധാനമായിട്ടും ഉയർത്തുന്നത് ജനകീയ വിഷയങ്ങളാണ്. ഈ വർഗീയ രാഷ്ട്രീയത്തിനപ്പുറം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളുടെ വികസനമാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ അവസാനം NDAയും BJPയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ചിലപ്പോൾ നിൽക്കുന്ന ഈ നിലമ്പൂർ പാത എപ്പോഴും ഗതാഗത കുരുക്കാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിൽ പിന്നെ മിക്ക സമയത്തും വലിയ ഗതാഗത കുരുക്കാണ് ഈ ഒരു പാതയിൽ. ചെറിയൊരു പാതയാണ്. നിലമ്പൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കൊക്കെ പോകുന്ന പ്രധാന പാതയാണ്. ആ പാതയിൽ എപ്പോഴും ഗതാഗത കുരുക്കാണ്. അതിന് കാരണം ഇവിടെയുള്ള ബൈപ്പാസ് 30 വർഷം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാവാത്തതാണ് അതിന് കാരണം എന്നുള്ളത് കൃത്യമായ തെരഞ്ഞെടുപ്പിൽ BJP പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല നിലമ്പൂരിലെ മലയോര ജനത സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. അത് നിലമ്പൂരിലെ വലിയൊരു വികസന പ്രശ്നമാണ് എന്നുള്ളതും ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണെന്നുള്ളതും BJP പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ നിലമ്പൂരിലെ റെയിൽവേ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജനകീയ വിഷയങ്ങളാണ് NDA തെരഞ്ഞെടുപ്പിൽ ആദ്യാവസാനം ചർച്ചയാക്കിയത്. ഏതായാലും ഒരു ഭാഗത്ത് NDA ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കിയപ്പോൾ വിവാദങ്ങളായിരുന്നു ഇടത് വലത് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഏതായാലും ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ ഇന്നിനി എന്തൊക്കെ കാര്യങ്ങളാണ് ഉയർത്തുന്നത്? കഴിഞ്ഞ ദിവസം വരെയും ഇടത് വലത് മുന്നണികൾ ഈ വർഗീയ രാഷ്ട്രീയം തന്നെയായിരുന്നു പ്രധാനമായിട്ടും ഉയർത്തി വലിയ ചർച്ചകളാക്കിക്കൊണ്ടിരുന്നത്. ഇന്നും സമാന വിഷയങ്ങൾ തന്നെയായിരിക്കുമോ ഇവർ ഉന്നയിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുമോ എന്നുള്ളത് നോക്കി കാണേണ്ട സാഹചര്യമുണ്ട്. അതിന് വൈകിട്ടോടുകൂടെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ സ്ഥലങ്ങൾ നിശ്ചയിച്ചും നൽകിയിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. തുടർച്ചയായി അവഗണന നേരിടുന്നതിനാൽ ഇക്കുറി വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് പാലേമാട് കോളനി നിവാസികൾ. കൂടുതൽ വിവരങ്ങളുമായി പാലേമാട് കോളനിയിൽ നിന്ന് ശിവദാസ് കന്മനം ചേരുന്നു.
നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ജൂൺ 19-നാണ് വോട്ടെടുപ്പ്. ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. വനവാസികൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. മലയോര മേഖലയാണ്, കർഷകർ നിരവധിയുള്ള സ്ഥലം. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ മലയോര മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വനവാസി മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, കാട്ടാന വന്യമൃഗശല്യം രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ വികസനപരമായ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഇവിടെ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും തന്നെ ഇടത് വലത് മുന്നണികളൊന്നും തന്നെ കൃത്യമായി ഈ പ്രചാരണത്തെ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രചാരണ വിഷയമായി ഉയർത്തി കാണിക്കുന്നില്ല. മതപരമായ വിഷയങ്ങളും അതോടൊപ്പം തന്നെ മറ്റു പല വിവാദ പ്രശ്നങ്ങളും മാത്രമാണ് അവർ പ്രചാരണത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് കൃത്യമായി തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലെ എടക്കരയിൽ പാലേമാട് എന്ന സ്ഥലത്താണ്. പാലേമാട് കോളനിയിലാണ്. ഇവിടെ നമുക്ക് എനിക്ക് തൊട്ടപ്പുറത്ത് ഒരു ഫ്ലക്സ് കാണാം. ആ ഫ്ലക്സിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്, വഴിവിളക്ക് ഇവിടെ ഇല്ല, ഈ വഴിവിളക്ക് കത്തിക്കാതെ ആരും ഇങ്ങോട്ട് വോട്ട് ചോദിച്ച് വരേണ്ടതില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ കോളനിയിൽ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ഇവിടെ ഒരു വഴിവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് കത്തുന്നില്ല. അതിന് തൊട്ടപ്പുറത്ത് പോസ്റ്റിലെല്ലാം തന്നെ ഇത്തരത്തിൽ ലൈറ്റുകൾ ഉണ്ട്. ആ ലൈറ്റുകളൊന്നും തന്നെ കത്തുന്നില്ല. അതോടൊപ്പം തന്നെ നിരവധി സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അവരുടെ വീടുകൾ പലപ്പോഴും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പലർക്കും വീടുകൾ കിട്ടുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങളോട് എല്ലാവരും വോട്ട് ചോദിക്കാൻ വരും. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെയ്യാന്ന് പറയും. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ് ഇതിന് ഫണ്ടില്ല, അങ്ങനെയാണ് പറഞ്ഞ് ഇങ്ങനെ ഒരു വാഗ്ദാനം പറഞ്ഞ് അവരോട് പോവും. പിന്നെ ഈ ഭാഗത്തേക്ക് ആരുമില്ല, വരലുമില്ല, അന്വേഷിക്കില്ല, ഒന്നും ചെയ്യൂല. ഇതാണ് ഞങ്ങളെ നിർബന്ധം. അത് ഞങ്ങൾക്കിത് വേണം, അതുകൊണ്ട് ചെയ്തതാണ്. ഇതിന് ആരെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എടുക്കണമല്ലോ ഇത്, അതുകൊണ്ട് ചെയ്താൽ അതൊക്കെ. നിങ്ങൾ വോട്ട് ചെയ്യില്ല? വോട്ട് ചെയ്യാൻ നിൽക്കണില്ല. എന്താ വെച്ചാൽ ഇവർ ഇലക്ഷൻ ടൈമിൽ വരിക, ഞങ്ങൾക്ക് ഇത് ലൈറ്റ് ഇട്ട് തരാം, ഇത് ചെയ്തു തരാം, പിന്നെ അംബേദ്കർ കോളനി ആക്കി തരാം, ഫ്ലാറ്റ് കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഇവിടെ പ്രസിഡൻറ്റും വാർഡ് മെമ്പറായ നമ്മളെ OTMs ഉണ്ട്. ഓരിതൊക്കെ പറഞ്ഞാണ് പോകുന്നല്ല. പിന്നെ ഒരു 5 കൊല്ലത്തിന് പിന്നെ ഇലക്ഷൻ്റെ തലേസേ വരുള്ളൂ. കുറേ വാഗ്ദാനങ്ങൾ തരും എന്നല്ലാതെ ഒന്നും ചെയ്തില്ല. ഇവരോട് നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞാണ് ഈ തെരുവ് ലൈറ്റുകൾ കത്തിക്കാൻ. പോസ്റ്റ് ഈ വാർഡിൽ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയല്ലേ? പ്രസിഡന്റ് വാർഡും കൂടിയാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ അടുത്ത് വരികയാണെങ്കിൽ വനിതാ വാർഡ് വരിക. അപ്പോൾ മൂപ്പര് നിൽക്കൂല. അത് കഴിഞ്ഞ് 5 കൊല്ലം ആകുമ്പോൾ പിന്നെ വീണ്ടും വരും. ഓരോ ഇതിലിങ്ങനെ നടക്കുകയാണ് ഇവിടെ. നമ്മളെന്തൊരു കാര്യം ചോദിച്ചാൽ ഒന്നും ചെയ്തു തരൂല. ഈ ഭാഗത്തേക്ക് മാത്രമേ ചിന്തിക്കാത്തുള്ളൂ. വോട്ട് ചോദിച്ച് വരുമ്പോൾ നിങ്ങൾ എന്താ അവരോട് പറയാറുള്ളത്? അവരെന്താ മറുപടി പറയാറുള്ളത്? അവർ പറയും ഇത് റെഡിയാക്കി തരാം. ഇതിന് മുന്നേ അവർ വന്നിട്ട് സുൽത്താൻ ബത്തേരിത്തെ MLA കൊണ്ടൊക്കെ വന്നേനി. അവരിതേപോലെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ നോട്ട് ചെയ്ത് പോയി എന്നല്ലാതെ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞതിനുള്ളൊരു മറുപടി അവർ തന്നിട്ടില്ല ഇതുവരെയായിട്ട്. പിന്നെ ഒരു എന്താ വെച്ചാൽ OTMസിനൊക്കെ എന്താ വെച്ചാൽ ഓരോ മെമ്പറിന് പുതിയ വീട് വെക്കും. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. ഇതോടൊപ്പം തന്നെ ഇവിടെ കുറെ വീടില്ലാത്തൊക്കെ കുറെ ആളുകളുണ്ട് ഇല്ലേ? അപ്പോൾ ഇതാ എൻ്റെ പേരെന്താ? അപ്പോൾ ഇവിടെ വീട് ഉണ്ടോ? വീടില്ല. വീടും വേണം, കിണറും ഇല്ല. വെള്ളം കൂടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ താമസിക്കുന്നത് എവിടെ? ഇപ്പം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ മകൾക്ക് കെട്ടിയാനില്ല. അവളെ മക്കളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. വീടിന് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ ഒരു അഡ്രസ്സും അതിൻ്റെ കിട്ടിയിട്ടില്ല. എത്ര കാലമായി അപേക്ഷ കൊടുത്തിട്ട്? ഇപ്പം 2-3 കൊല്ലമായി ഞാൻ അപേക്ഷ കൊടുത്തിട്ട്. എന്നിട്ട് വീട് ശരിയാക്കണം എന്നൊരിതുമില്ല. അവരോട് ചെന്ന് പറയുമ്പോൾ അവർ ഫണ്ടില്ല, അതിന് ഫണ്ട് ശരിയായി വരണം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ അവർ പറയും. എന്നാൽ അത് കേട്ട് ഇങ്ങോട്ട് തന്നെ മടങ്ങിപ്പോരും. അങ്ങനെ വീടില്ലാത്ത നിരവധി ആളുകളുണ്ട് ഇവിടെ. പറഞ്ഞു 15 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ്. ഫോറസ്റ്റിൻ്റെ അടുത്താണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിന് വഴിയില്ലാത്തതുകൊണ്ട് വീട് വയ്ക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയായിട്ട് വാടകയ്ക്ക് നടക്കാൻ കഴിയില്ല. എനിക്ക് 4 തന്നത് ഫോറസ്റ്റിന്റെ. അതെ. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെയാണെന്നുള്ള സ്ഥലം വഴിയില്ല. അപ്പോൾ കുറേ പേര് വീട് വയ്ക്കാനോ, പക്ഷെ അവിടെ കിട്ടിയിട്ടും കാര്യമില്ല. ഫോറസ്റ്റ് അല്ലേ, ആന ഇറങ്ങും, പിന്നെ വെള്ളമാണ്, പാടാണ്. അപ്പോൾ വെള്ളമാണ്. പിന്നെ എനിക്ക് 4 പെൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു വീട് സ്ഥലം എങ്ങനെയെങ്കിലും തരണം.
ഇതാണ് ഈ പാലേമാട് കോളനിയുടെ ഒരു ദുരവസ്ഥ. ഈ ഒരു വാർഡ് എന്ന് പറയുന്നത് ഇത് പഞ്ചായത്ത്, ഈ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി വാർഡ് മെമ്പറായിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ്. അല്ലെങ്കിൽ ഈ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ വാർഡിലെ മെമ്പർ. കോൺഗ്രസിൻ്റെ മെമ്പറാണ് അദ്ദേഹം. എന്തായാലും നിരവധി പ്രശ്നങ്ങളാണ് ഈ വാർഡിൽ ഉള്ള ആളുകൾ നേരിടുന്നത്. വഴിവിളക്കില്ലാത്ത പ്രശ്നങ്ങൾ, വീടില്ലാത്ത പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ വാർഡിലുള്ളവർ നേരിടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് പരിഹാരം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്ന ആളുകൾ വരെ നമുക്ക് അവിടെ കാണാം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന ബോർഡ് തന്നെ അവരവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഇന്ന് കൊട്ടിക്കലാശമാണ് നിലമ്പൂരിൽ എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഒരു വാർത്തയിലേക്ക് പോയാൽ, ശബരിമല സന്നിധാനത്തേക്ക് നമ്മൾ പോയില്ല, ഭക്തി സാന്ദ്രമായി തുടരുകയാണ്. കനത്ത മഴയിലും അയ്യൻ്റെ ദർശന പുണ്യം തേടിയെത്തുന്നത് നിരവധി ഭക്തരാണ്. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി 19-ാം തീയതി നട അടയ്ക്കും. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കനത്ത മഴയുണ്ട്, എമ്പാടും ഒട്ടേറെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നു. പക്ഷെ അപ്പോഴും സന്നിധാനത്ത് തിരക്കിന് കുറവില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് എങ്ങനെയാണ്? സ്വാമി ശരണം. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെങ്കിലും ഇടവിട്ടുള്ള മഴ ശക്തമായി തന്നെ പെയ്യും. കഴിഞ്ഞ ദിവസവും ഇത് തന്നെയായിരുന്നു, ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നിരവധി ഭക്തരാണ് ദർശനത്തിന് വേണ്ടി മലചവിട്ടി സന്നിധാനത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട്. പമ്പയാറ്റിൽ സ്നാനത്തിന് ഇറങ്ങുന്ന ഭക്തർക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നീലിമല വഴി ആ പാതയിലൂടെ മലയിലേക്ക് വരാൻ, ശബരിമലയിലേക്ക് വരാനുള്ള ആ പാതയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. താൽക്കാലികമാണ്. അതായത് അതുവഴി പോകുവാനോ ഇറങ്ങുവാനോ പാടില്ല എന്നുള്ള നിർദ്ദേശം. സ്വാമി അയ്യപ്പൻ റോഡ് വഴി വേണം അയ്യപ്പ ഭക്തർ രണ്ട് ഭാഗത്തേക്കും, അതായത് മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സ്വാമി അയ്യപ്പൻ റോഡ് വഴി വേണം പോകാനെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. പോലീസാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കാരണം കനത്ത മഴ തന്നെയാണ്. ഈ ഒരു സമയത്ത് മാത്രമാണ് ഇപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനമെങ്കിലും കാർമേഘങ്ങളൊക്കെ അങ്ങനെ ഇരുണ്ടു കൂടിയിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ വലിയൊരു മഴ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ ഭക്തരൊക്കെ നിരവധിയായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ, അതായത് ആദ്യ ദിവസം 23,000-ഓളം ഭക്തരെത്തി. അടുത്ത ദിവസം കനത്ത മഴയെ തുടർന്നാണ് ഭക്തരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നും ഈ ഭക്തരൊക്കെ ഇങ്ങനെ ശരണമന്ത്രങ്ങൾ മുഴക്കി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണ്. മഴയെ സംബന്ധിച്ചിടത്തോളം ഈ മല കയറി എത്തുമ്പോൾ അത് ഭക്തരെ സംബന്ധിച്ച് വഴുക്കലുണ്ടാവും. അതായത് പല ഭാഗങ്ങളിലുമുള്ള നിർദ്ദേശം. ഈ നീലിമല എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒരു പാത കൂടിയാണ്. അപ്പോൾ മല കയറി വരുമ്പോൾ ഭക്തർക്ക് അത് മഴയത്ത് കയറാൻ കഴിയാതെ വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വഴുക്കലുണ്ടാവാറുണ്ട് പലയിടത്തും. അതുകൊണ്ട് തന്നെ ഭക്തരുടെ സുരക്ഷ മുൻനിർത്തിയാണ് അത്തരത്തിൽ ആ പാത വഴി സഞ്ചരിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ഫ്ലൈ ഓവർ വഴി എത്തുന്ന ഭക്തജനങ്ങളൊക്കെ സോപാനത്തിനരികിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണെന്ന്. പുലർച്ചെ തന്നെ നട തുറന്നു. അതിനുശേഷം അഭിഷേകവും അതോടൊപ്പം തന്നെ നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് അഭിഷേകം, ഉഷപൂജയൊക്കെ തുടർന്നിരുന്നു. ഇനിയും പൂജകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉച്ചയോടുകൂടി 1 മണിയോടുകൂടി നട അടച്ചു കഴിഞ്ഞാൽ 4 മണിക്ക് വീണ്ടും നട തുറക്കും. പിന്നീട് വൈകിട്ട് മനോജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശബരിമല സന്നിധാനത്തു നിന്നും സാധാരണ നമ്മൾ സന്നിധാനത്ത് പോയി അയ്യനെ തൊഴുതാണ് പുത്തൻപുലരി തുടങ്ങാറ് എങ്കിൽ ഇന്നിപ്പോൾ തൊഴുത് ഇറങ്ങുകയാണ്. പുത്തൻപുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് ആരംഭിക്കും. നമസ്തേ.